الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. فقيرا جئت بابك يا إلهي، ولست إلى عبادك بالفقير، غني عنهم بيقين قلبي، وأطمع منك في الفضل الكبير. إلهي ما سألت سواك عونا، فحسب العون من رب قدير. إلهي ما سألت سواك عفوا، فحسب العفو من رب الغفور. إلهي ما سألت سواك هديا، فحسب الهدي من رب بصير. إذا لم أستعن بك يا إلهي، فمن عوني سواك ومن مجيري. വേദിയിലും സദസ്സിലുമുള്ള സംഘടനാ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ
കേരളത്തിലെ ഏറ്റവും ശക്തമായ ബഹുജന പ്രസ്ഥാനമാണ്. മലബാറിലെ മുസ്ലിം സമൂഹത്തിന് ദിഷണാപരമായ നേതൃത്വം കൊടുക്കുവാൻ ആദ്യമായി രൂപീകരിക്കപ്പെട്ട പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമാഇ അഹ്ലി സുന്നത്തി വൽ ജമാഅ. ആ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബഹുജന സംഘമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ. കേരളത്തിലുടനീളം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദഅവ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യ സമൂഹത്തിന് നിർബന്ധമായും അവർ അറിയുകയും പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടുന്ന മർമ്മപ്രധാനമായ വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. അത് അമ്പിയാക്കളുടെ ദഅവത്തിൻ്റെ അടിത്തറയാണ്. അസ്ലു ദഅവത്തിൽ അംബിയ വ സബ്ദത്തു റിസാലത്തിൽ അംബിയ. അമ്പിയാക്കളുടെ ദഅവത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും അടിത്തറയും അതിൻ്റെ സത്തയും അള്ളാഹുവിൻ്റെ വഹ്ദാനീയത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ശിർക്കിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മുക്തമായിരിക്കുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ് ഇതം പര്യന്തം ഈ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും സംസാരിക്കുന്ന വിഷയം ഈ അടിസ്ഥാന വിഷയം തന്നെയാണ്. മനുഷ്യൻ പല രൂപത്തിൽ ആകുലമായ അവസ്ഥയിലാണ്, അസ്വസ്ഥതകളിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല രൂപത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും വിവിധ തരങ്ങളായ രോഗങ്ങളും മനുഷ്യനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും മനുഷ്യ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടുവാൻ മനുഷ്യൻ അവലംബിക്കേണ്ടുന്ന അടിസ്ഥാന വിഷയം എന്താണ് എന്നും, എന്നാൽ ഇന്ന് മനുഷ്യരെത്തിപ്പെട്ടിരിക്കുന്ന അതിഗുരുതരമായ അതിദാരുണമായ അവസ്ഥകളെ ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് അത് ഇഴുകിച്ചേരുന്ന രൂപത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കൽ ഓരോ വിശ്വാസിക്കും നിർബന്ധമാണ്. അവൻ ആദ്യം നിർബന്ധമായ വിഷയം അതാണ്. കടന്നുപോയ പണ്ഡിതന്മാരെ പരിശോധിക്കുമ്പോൾ ഞാനൊരു പണ്ഡിതൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. വർഷങ്ങളോളം ഭൗതികമായ പ്രമത്തയിൽ ജീവിക്കുകയും പിന്നീട് ആത്മീയ മേഖലയിലേക്ക് കടന്നു വന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി തൻ്റെ ബാക്കി ജീവിതം മാറ്റിവെക്കുകയും
സമൂഹത്തിന് വിവിധ തരങ്ങളായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിക്കൊണ്ട് ജീവിച്ച ഒരു പണ്ഡിതൻ. അദ്ദേഹം ഒരിക്കൽ നടന്നു വരുന്ന വഴിയിൽ, ആ വഴിവക്കിൽ ഒരു മനുഷ്യൻ വല്ലാതെ ദുഃഖിതനായിരിക്കുന്നുണ്ട്. ആ ദുഃഖിതനായിരിക്കുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് ഈ പണ്ഡിതൻ കടന്നു ചെന്നു. എന്നിട്ട് അദ്ദേഹം ഈ ദുഃഖാർത്ഥനായിരിക്കുന്ന, വിഷണ്ണനായിരിക്കുന്ന ഈ മനുഷ്യനോട് 3 ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളിലൂടെയാണ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ചില പ്രയാസങ്ങളുടെ, ബുദ്ധിമുട്ടിൻ്റെ വിഷയത്തിൽ ആകെ തകർന്ന് ദുഃഖത്തിൽ ആണ്ടുപോയ ഈ മനുഷ്യനോട് അദ്ദേഹം ഒന്നാമതായി ചോദിച്ചു. അതേ ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് 3 ചോദ്യങ്ങൾ ചോദിക്കട്ടെ, ചില ചോദ്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഉത്തരം പറയുമോ? അദ്ദേഹം പറഞ്ഞു, ചോദിച്ചോളൂ. ആ ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഈ പണ്ഡിതൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ഒന്നാമത് നിന്നോട് ചോദിക്കുന്നത്, അയജ്രി ഫി ഹാദൽ കൗനി ശൈഉൻ ലം യുരീദുഹുല്ലാഹ്. ഒന്നാമതായി എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, അയജ്രി ഫി ഹാദൽ കൗനി ശൈഉൻ ലം യുരീദുഹുല്ലാഹ്. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹ് ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമോ, നടക്കുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, അല്ലാഹു ഉദ്ദേശിക്കാത്തതൊന്നും ഈ പ്രപഞ്ചത്തിൽ സംഭവ്യമല്ല, നടക്കില്ല. ശരി, എന്നാൽ എൻ്റെ രണ്ടാമത്തെ ചോദ്യം, അയൻഖുസു മിർ റിസ്ഖിക ശൈഉൻ ഖദ്ദറഹു അല്ലാഹു ലക്. അല്ലാഹു നിനക്ക് തീരുമാനിച്ചു വെച്ച റിസ്ഖിൽ നിന്ന്, അല്ലാഹു നൽകാൻ ഉദ്ദേശിച്ച ഒരു വിഷയത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറവ് വരുമോ? അല്ലാഹു നിനക്ക് തരാൻ ഉദ്ദേശിച്ച റിസ്ഖിൽ നിന്ന് വല്ലതും കുറയുമോ? അദ്ദേഹത്തിന് മറുപടി ഇല്ല. അല്ലാഹു ഉദ്ദേശിച്ച റിസ്ഖ് എത്രയാണോ അത് ഞാൻ ഇവിടുന്ന് തിന്നുക തന്നെ ചെയ്യും, എനിക്കത് കിട്ടുക തന്നെ ചെയ്യും. മൂന്നാമത്തെ ചോദ്യം, അയൻഖുസു മിൻ അജ്ലിക. നിനക്ക് അല്ലാഹു നിശ്ചയിച്ചു തന്ന ആയുസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറവ് വരുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നിശ്ചയിച്ചു തന്ന ആയുസ്സിൽ നിന്ന് വല്ലതും കുറവ് വരുമോ? അയാൾ മറുപടി പറഞ്ഞു, ഇല്ല. അല്ലാഹു എനിക്ക് നിശ്ചയിച്ച ആയുസ് എത്രയാണോ, എനിക്ക് അല്ലാഹു നിശ്ചയിച്ച അജൽ അല്ലെങ്കിൽ ഉംറ എത്രയാണോ, അതിലൊരു കുറവും വരില്ല. ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരം അയാൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പണ്ഡിതൻ അയാളോട് ചോദിച്ചു, ഫഅലാമൽ ഹുസ്നു യാ റജൽ. പിന്നെ എന്തിനാടോ നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ദുഃഖാർത്ഥനായിരിക്കുന്നത്? അല്ലാഹു തീരുമാനിച്ചതല്ലാത്തതൊന്നും ഇവിടെ സംഭവ്യമല്ലെങ്കിൽ, അല്ലാഹു നിനക്ക് നിശ്ചയിച്ചു തന്ന, നിനക്ക് തീരുമാനിച്ച ആയുസ്സും നിനക്ക് തീരുമാനിച്ച റിസ്ഖും അതിൽ നിന്നൊരു കുറവും ഇവിടെ സംഭവിക്കുകയില്ലെങ്കിൽ പിന്നെന്തിനാണ് നീ ദുഃഖിക്കുന്നത്? ഇതൊരു വല്ലാത്ത ചോദ്യവും ഉത്തരവുമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ കാതലായ ഒരു മേഖലയാണ് ഇപ്പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇവിടെ എല്ലാം നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നവൻ. അല്ലാഹുവാണ് എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ചു കൊണ്ടിരിക്കുന്നവൻ. അവൻ തീരുമാനിച്ചതും അവൻ നൽകിയതുമല്ലാതെ എന്താണ് മനുഷ്യർക്ക് ലഭിക്കുന്നത്, മനുഷ്യർക്ക് അവകാശപ്പെടാനുള്ളത്? അതുകൊണ്ട് തന്നെ വിശ്വാസി സമൂഹത്തിൻ്റെ കണ്ണു തുറക്കണം, വിശ്വാസി സമൂഹത്തിൻ്റെ കൽബ് തുറക്കണം.
പ്രപഞ്ചനാഥനായ റബ്ബിൽ നിന്ന് നമ്മളെ വഴിതിരിച്ചുവിടാൻ നിരന്തരമായി പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ റബ്ബിലേക്കുള്ള നിരന്തരമായ മടക്കം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാരെല്ലാം അവർ പ്രബോധനം ചെയ്ത, പ്രതിദാനം ചെയ്ത സമൂഹത്തിൻ്റെ മുന്നിൽ ഈ വിഷയമാണ് കാതലായി പഠിപ്പിച്ചു കൊടുത്തത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മനുഷ്യനെന്ന് പറയുന്നത് നിരന്തരമായ പ്രശ്നങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും വീണുപോകുന്നവനാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ ഇത്തരം ഇൻസിഡൻറ്റുകൾ സംഭവിക്കുമ്പോൾ അവൻ അള്ളാഹുവിൽ നിന്ന് തെന്നിമാറാൻ പാടില്ല. അത് റബ്ബെനിക്ക് തീരുമാനിച്ചതാണെന്ന അടിയുറച്ച വിശ്വാസം അവൻ്റെ കൽബിൽ രൂഢമൂലമാവണം. എങ്കിൽ മാത്രമാണ് അവന് ശരിക്കുള്ളൊരു മുവഹിദായി, മുഅ്മിനായി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുക. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة. അല്ലാഹുവിൻ്റെ ഖുർആൻ വിശ്വാസി സമൂഹത്തോടടക്കം പഠിപ്പിക്കുകയാണ്, വലനബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഈ വാചകത്തിനൊരു പ്രത്യേകതയുണ്ട്, ഈ പ്രയോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ വിവിധ തരങ്ങളായ രൂപത്തിൽ വിഷയം പറയുമ്പോൾ ചില പരാമർശങ്ങൾ നമ്മൾ അടിവരയിടേണ്ടതുണ്ട്. ഇവിടെ അള്ളാഹു പറഞ്ഞത് വലനബ്ലുവന്നകും എന്നാണ്. അറബി ഭാഷ അറിയുന്നവർക്കറിയാം, രണ്ട് ശക്തിപ്പെടുത്തുന്ന അക്ഷരങ്ങൾ ഇതിനോട് ചേർത്തുകൊണ്ടാണ് അള്ളാഹു ആ ക്രിയ ഉപയോഗിച്ചിട്ടുള്ളത്. തഅ്കീദിൻ്റെ ലാമും സഖീലത്തിൻ്റെ നൂനും. ഈ രണ്ട് അക്ഷരങ്ങൾ, ഈ രണ്ട് ഹർഫുകൾ, ഇത് രണ്ടും ഈ ക്രിയയിൽ കൊണ്ടുവരുമ്പോൾ സുനിശ്ചിതമായി, ഉറപ്പായും, സംശയലേശമന്യേ നടക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഗൗരവതരമായ പ്രയോഗമാണത്. അതാണ് വലനബ്ലുവന്നകും, തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയത്തിൽ നിന്നൊരു വസ്തു തന്നുകൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ വിവിധ തരങ്ങളായ ഭയം നിങ്ങളെ വേട്ടയാടും. ആ ഭയാശങ്കയിലൂടെ നിങ്ങൾ കടന്നു പോവുക തന്നെ ചെയ്യും. വൽ ജൂ', പട്ടിണി തന്നുകൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. നിങ്ങളുടെ ഉപജീവനം ഇല്ലാതെയാക്കിക്കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, നിങ്ങളുടെ കാർഷിക വിഭവങ്ങൾ നാം കുറക്കും, നിങ്ങളുടെ ശരീരത്തിന് നാം കുറവുകൾ വരുത്തും, നിങ്ങളുടെ സമ്പത്തിന് നാം കുറവുകൾ വരുത്തും. അതെ, നല്ല ആരോഗ്യദൃഢഗാത്രനായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വല്ലാത്തൊരു രോഗം നിങ്ങളെ പിടികൂടുകയാണ്. ശരീരത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങുകയാണ്. ആ വല്ലാത്ത രോഗത്തിൽ നിങ്ങൾ അടിമപ്പെടുകയാണ്. ആ രോഗം നിങ്ങളെ പിടികൂടുമെന്ന് അള്ളാഹു പറയുന്നു. അത് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെയാണ്. അത് നിങ്ങൾക്കുള്ള പരീക്ഷണമായി ഞാൻ അയക്കുന്നതാണെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ. നല്ല സമ്പന്നനായ മനുഷ്യനായിരുന്നു. ഒരു വേള അയാളുടെ സമ്പത്ത് അങ്ങനെ നഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. അയാൾക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ കടന്നു വരികയാണ്. അങ്ങനെ അയാളുടെ സമ്പത്ത് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. അത് റബ്ബിൻ്റെ പരീക്ഷണമാണ്. അള്ളാഹു നിന്നെ പരീക്ഷിക്കുമെന്ന്
അള്ളാഹു അവന്റെ ഖുർആനിലൂടെ പഠിപ്പിച്ചതാണ്. സുന്ദരമായ കാർഷിക വിഭവങ്ങളതാ നിന്റെ കൃഷിയിടം നല്ല വളർന്നു നിൽക്കുകയാണ്, മൂത്ത് പഴുത്തിട്ടുണ്ട് ഓരോന്നും, അതുപോലെ വിളവെടുക്കാൻ പാകമായിരിക്കുകയാണ്. ആ വിളവെടുക്കാൻ പാകമായിരുന്ന തൻ്റെ കൃഷിയിടം അതാ പെടുന്നനെ ഏതെങ്കിലും ഒരവസ്ഥയിൽ അതെങ്ങനെ ഇല്ലാതെയാകാൻ പോകുമ്പോൾ, അതെല്ലാം നശിച്ചു പോകുന്നത് കാണുമ്പോൾ പതറരുത് മനുഷ്യ, അള്ളാഹുവിൻ്റെ പരീക്ഷണം തന്നെയാണ്. ഇതെല്ലാം പറഞ്ഞു റബ്ബ് പറയുകയാണ്, വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് നബിയെ ശുഭവാർത്ത അറിയിച്ചുകൊള്ളൂ. ക്ഷമാലുക്കളായ ആളുകൾക്ക് നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുകയാണ്, നിങ്ങൾ അവർക്ക് ശുഭവാർത്ത അറിയിക്കണം നബിയെ. ആരാണ് ക്ഷമിക്കുന്നവർ? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, വല്ല വിപത്തും അവരെ ബാധിച്ചാൽ. ആ വാചകവും ശ്രദ്ധിക്കേണ്ടതാണ്, ആ വാചകവും ശ്രദ്ധിക്കേണ്ടതാണ്. ഇദാ അസ്വാബതുഹുമുൽ മുസീബ എന്നല്ല അല്ലാഹ് പറഞ്ഞത്. ഇദാ അസ്വാബതുഹും മുസീബ, അവിടെ മുസീബ് എന്ന് പറയുമ്പോൾ മുസീബത്ത് എന്ന് അള്ളാഹു ഉപയോഗിച്ചത് അറബി ഗ്രാമർ വെച്ച് പറയുമ്പോൾ അത് നെക്കിറയായ പദമാണ്. എന്ന് പറഞ്ഞാൽ അത് സാമാന്യ പദമാണ്, പ്രത്യേക പദമല്ല. സാമാന്യ പദമാകുമ്പോൾ അതിൻ്റെ പ്രത്യേകത മുസീബത്തിലെ ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരെ ഏതും അതിലുൾപ്പെടും. അപ്പോൾ ജീവിതത്തിലേക്ക് ഏതെങ്കിലും തരത്തിലൊരു മുസീബത്ത് വന്നാൽ, ഇദാ അസ്വാബതുഹും മുസീബ വന്നാൽ അവൻ്റെ പ്രത്യേകത എന്താണ്? അവൻ പിന്നെ എങ്ങനെയാ നിലകൊള്ളുന്നത്? അവർ പറയും, എന്താണ് അവർ പറയുന്നത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർ പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിനുള്ളതാണ്, അവനിലേക്കാണ് ഞങ്ങൾ മടക്കപ്പെടുന്നത്. ഈ വാക്കൊക്കെ നമുക്ക് പരിചയമുള്ളതാണല്ലേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലേ? അല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? ഞാൻ ചില സംസാരങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കും, ഉത്തരം പറയണം. ഈ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ നമ്മൾ എപ്പോഴാ പറയാം? മരിച്ചെന്ന് കേട്ടാ പറയും, അതിനപ്പുറത്തേക്ക് നമ്മളിത് പറയില്ല. ഒരാൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു, എന്താ പറയേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ നിന്റെ മനസ്സിൽ പാകപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്ക് അല്ലാഹുവിലുള്ള വിശ്വാസത്തിന് കുറവുണ്ടെന്നാ. കാരണം അല്ലാഹ് പറഞ്ഞത് നിങ്ങളെ നാം പരീക്ഷിക്കും. എങ്ങനെ? ഭയം, വിശപ്പ് പോരാ, നിങ്ങളുടെ ശരീരത്തിന് കുറവ്, നിങ്ങളുടെ സമ്പത്തിന് കുറവ്, നിങ്ങളുടെ കാർഷിക വിഭവങ്ങളിൽ കുറവ്, ഇതൊക്കെ തന്നുകൊണ്ട് പരീക്ഷിക്കും എന്ന് അല്ലാഹ് പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ എന്ത് പറയണം? എന്ത് പറയണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതൊരു വെറും വർത്തമാനമല്ല, ഇതൊരു വെറും വർത്തമാനമല്ല. ഈമാനിന്റെ ഖൽബിൽ നിന്ന് പുറത്തു വരുന്ന വിശ്വാസത്തിന്റെ ദൃഢതയുടെ പ്രഖ്യാപനമാണ്. അയാൾ കുലുങ്ങൂല, അയാൾ എങ്ങോട്ട് ഓടൂല. അയാൾ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എൻ്റെ കട കത്തണ്, എൻ്റെ കട കത്തുന്ന് കേൾക്കുമ്പോൾ അവൻ ആദ്യം പറയുന്ന വാക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എൻ്റെ കുട്ടി അതാ അപകടത്തിൽപ്പെട്ട എൻ്റെ കജ്ജും കാലൊക്കെ ഒടിഞ്ഞിക്കണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ നമ്മളാളുകൾ പറയുന്നത്, ചങ്ങായി ആ മരിച്ചിട്ടില്ല, ഇപ്പം തന്നെ ഇന്നല്ല പറയണ്ടെന്ന് പറയും. അത് തിരിയാത്തോണ്ടാണ്, കാര്യം എന്താന്ന് പഠിച്ചിട്ടില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞ വാക്ക് നോക്ക്, ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ. ആ വിഭാഗം ആളുകളുണ്ടല്ലോ, ഏത് മുസീബത്തിന്റെ മുന്നിലും കുലുങ്ങാതെ നിൽക്കുന്ന ഈമാനിന്റെ കരുത്തുള്ള വിശ്വാസിയുണ്ടല്ലോ, ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ. അവർക്കാണ് അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള കാരുണ്യം, അവർക്കാണ് രക്ഷിതാവിൽ നിന്നുള്ള രക്ഷകൾ,
അത് രണ്ടും ലഭിക്കുന്നത് ഇവർക്കാണെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാണ് ആമുഖമായി ഇത് പറഞ്ഞതെന്നറിയുമോ? ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് അവലംബിക്കാൻ പറ്റുന്നവൻ പ്രപഞ്ചത്തിൻ്റെ നാഥനായ അല്ലാഹു അല്ലാതെ വേറെ ഒരാളെയും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അല്ലാഹുവിൻ്റെ ഇടപെടൽ ഒരാൾക്കും തടയാൻ പറ്റുന്നതല്ലല്ലോ. റബ്ബിൻ്റെ തീരുമാനത്തെ മറികടക്കാൻ പറ്റുന്ന ഒരാളുമില്ലല്ലോ. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിൻ്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രഖ്യാപിക്കാൻ അല്ലാഹുവിൻ്റെ ഹബീബിനോട് പറയുകയാണ്, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅല അല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹുവിൻ്റെ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഖുൽ നബിയെ നീ പറഞ്ഞു കൊടുക്ക്, അല്ലാഹുവിൻ്റെ ഹബീബിനോട് പറയുകയാണ്, നിങ്ങൾ പ്രഖ്യാപിക്കൂ നബിയെ, ലൻ യുസീബനാ, ഞങ്ങളെ ബാധിക്കുന്നതേ അല്ല, ഞങ്ങളെ ബാധിച്ചിട്ടേ ഇല്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ല ഞങ്ങൾക്ക് തീരുമാനിച്ചതല്ലാതെ, അല്ല ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും ഞങ്ങളെ ബാധിക്കുന്നതേ അല്ല. ഹുവ മൗലാനാ, അവൻ ഞങ്ങളുടെ യജമാനനാണ്, അവനാണ് ഞങ്ങളുടെ യജമാനൻ. ഞങ്ങൾ അവനെ അംഗീകരിക്കുന്ന അനുസരിക്കുന്ന ഒരു പൂർണ്ണനായ അടിമ മാത്രമാണ് ഞങ്ങൾ. ഉടമയാണ് റബ്ബ്, അടിമയാണ് ഞാൻ, യജമാനനാണ് റബ്ബ്, ഞാൻ അവൻ്റെ ദാസൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പറയാൻ അല്ലാഹുവിൻ്റെ ഹബീബിനോട് പറയുകയാണ്, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികളെ, അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച ആളുകളെ, അവനിലേക്ക് നിങ്ങൾ ഭരമേൽപ്പിച്ചുകൊള്ളൂ, എന്തും റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തോളൂ. ഇതൊക്കെ വിശ്വാസത്തിൻ്റെ ഏറ്റവും കൃത്യമായ നിലപാടുകളാണ്. ഇതിങ്ങനെ പറഞ്ഞു പോകാനുള്ളതല്ല, ജീവിത ഗന്ധിയായി തീരേണ്ടതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏത് പോയിന്റിലും ഇതിങ്ങനെ ഉയർന്നു നിൽക്കണം, ഇതിങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കണം. അപ്പോഴാണ് എൻ്റെ ഈമാൻ ശരിയാവുക, അപ്പോഴാണ് എൻ്റെ തൗഹീദ് ശരിയാവുക. നിങ്ങൾ നോക്കൂ, 5 നേരം നമസ്കാരം, 5 നേരത്തെ നമസ്കാരം. ആ നമസ്കാരം കഴിഞ്ഞാൽ സത്യവിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടത് അല്ലാഹുവിൻ്റെ റസൂൽ അവിടുന്ന് ചെയ്തു കാണിച്ചു തന്നു. നമുക്ക് അവിടുന്ന് പറഞ്ഞും പ്രവർത്തിച്ചും ചെയ്തു കാണിച്ചു. ആ കാണിച്ചു തന്ന ദിക്റുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ, ഇതൊക്കെ നമസ്കാരം കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ടുന്ന ധാരാളം വിറുതുകൾ. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം പലപ്പോഴും നമ്മളെല്ലാം നാവിൽ മാത്രം ഒതുക്കി പോവുകയാണ്. അത് നാവും കൽബും തമ്മിൽ തലബ്ബുസായി വരേണ്ടുന്നതാണ്. എൻ്റെ നാവും എൻ്റെ കൽബും ചേർന്നുകൊണ്ട് പറയേണ്ട, പ്രഖ്യാപിക്കേണ്ടതാണ്. നമസ്കാര ശേഷം നടക്കുന്ന ഔറാദുകൾ, നിസ്കാര ശേഷം നടക്കുന്ന വിറുതുകൾ, അതിലൊരു പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ എൻ്റെ വിഷയവുമായി ബന്ധപ്പെടുത്തി നിങ്ങളോട് പറയുകയാണ്. നമ്മളോട് പറയാൻ അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത. അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, അല്ലാഹുവേ നീ തന്നത് തടയാൻ പറ്റുന്ന ഒരാളുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞു വെച്ചത് തരാൻ പറ്റുന്ന ഒരാളുമില്ല. വലാ റാദ്ദ ലിമാ ഖളൈത, നീ വിധിച്ച ആ വിധിയെ തട്ടിത്തെറിപ്പിക്കാൻ പറ്റിയവനില്ല. ഇതൊരു വല്ലാത്ത വർത്താനാണ്.
പക്ഷെ എന്താണ് നമ്മളെ സമൂഹത്തിന് ഇത് കൽബിലേക്ക് ഇറങ്ങാത്തത്? എന്താണ് കൽബിലേക്ക് ഇറങ്ങാത്തത്? ഇവിടെ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോഴേക്ക് അതിന് നിവാരണം അള്ളയാണ് വരുത്തേണ്ടത്, റബ്ബിലേക്കാണ് തിരിയേണ്ടത്. എന്നാലോ നമ്മുടെ സമൂഹത്തിന് വന്ന ഏറ്റവും അധികം ദാരുണമായ ഒരു പതനം എന്ന് പറയുന്നത്, ഒരു പതിതാവസ്ഥ എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വെച്ച ഒരു കാര്യത്തിന് നിവാരണം വരുത്താനും മാറ്റം വരുത്താനും വേണ്ടി ആവശ്യപ്പെടുന്നത് സൃഷ്ടികളോടാണ്, സ്രഷ്ടാവിനോടാണ് അത് പറയേണ്ടത്, അല്ലേ? രണ്ട് കൈകളും ഉയർത്തി ഇരക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോട്. ഈ അടുത്ത കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ട, മുമ്പൊക്കെ ആണെങ്കിൽ മുഹ്യിദ്ദീൻ ശൈഖായിരുന്നു മുന്നിൽ നിന്നത്, ഇപ്പോൾ അദ്ദേഹം ഡീഗ്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഹ്യിദ്ദീൻ ശൈഖൊന്നും അല്ല ഇപ്പം ചർച്ച. ഇപ്പം നമ്മൾ പ്രാദേശികമായ ഒരാളെ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്, അദ്ദേഹമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. അതുകൊണ്ട് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ആലത്തിനൊളി മിന്നും കതിർകത്തി തെളിഞ്ഞുള്ള സുൽത്താനുൽ ആരിഫായ നൂറേ ശൈഖേ, ആശിഖുകൾ കരം നീട്ടി കരുണക്കായിരക്കുന്നു സയ്യിദി സിയം ഖുതുബോരേ. ആലത്തിൽ ഒളി മിന്നും കതിർ കത്തി തെളിഞ്ഞുള്ള സുൽത്താനുൽ ഔലിയ ആരാണ്? സിയം മടവൂർ. ഞങ്ങൾ പാപികൾ, ഞങ്ങൾ പ്രയാസമുള്ളവർ, ഇതാ അങ്ങയുടെ ആശിഖുകൾ കരം നീട്ടി ഇരക്കുകയാണ്. എന്ത് ചെയ്യണം? നിങ്ങൾ ഞങ്ങൾക്ക് സഹായം തരണം. സുബ്ഹാനല്ലാഹ്, എന്തൊരു പ്രയോഗമാണിതെന്ന് ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരേണ്ടത് വേറൊരാൾക്ക് ചെയ്തു തരാൻ കഴിയില്ല എന്ന് അടിയുറച്ച് 5 നേരം പറയിപ്പിച്ച ഈ മനുഷ്യന്റെ നാവിൽ നിന്ന് ഇത് വരാൻ പാടില്ല, ഇത് വരാൻ പാടില്ല. ഇത് ഈ സമൂഹത്തിന് ആവശ്യമില്ലാത്തത് ഫീഡ് ചെയ്ത് ഇപ്പോ ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാകും ഇവരൊക്കെ അല്ല തന്നെയാണ്, അല്ലേ? അതുകൊണ്ടാണ് ഒരു ചെക്കൻ ഒരു പാട്ട് പാടിയത്. ശരിക്കും ആ പാട്ട് മലയാളത്തിലായതുകൊണ്ട് എല്ലാവരുടെ അടുത്തേക്ക് എത്തി, അതിൻ്റെ രീതിയും ശൈലിയും കൊണ്ട് ആളുകൾക്കിടയിലെത്തി. ചില ആളുകളൊക്കെ തള്ളിപ്പറഞ്ഞു, ചില ആളുകൾക്ക് അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതിനേക്കാളൊക്കെ കടുത്ത വർത്തമാനം കേരളത്തിൽ ഖാദി മുഹമ്മദ് മുഹ്യിദ്ദീൻ മാലയിലൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായിരുന്നു പ്രശ്നം? ഈ വാക്ക് പ്രയോഗിച്ചിട്ടില്ല. എന്ത്? മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോ നീ ചൊല്ല്, അതേ അതേ അത് മടവൂരാണ്, ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. ഹൂ അല്ലാ മടവൂര്, ഹൂ അല്ലാ മടവൂര് എന്നൊരു ചെക്കനെ കൊണ്ട് പാടിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്? ഞാൻ ആ പാട്ടിൻ്റെ ലിറിക്സും അതിൻ്റെ പ്രയോഗങ്ങളും അതിൻ്റെ വിഷയമല്ല. അത് പറയാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അതെന്തായിരുന്നു? അത് പ്രപഞ്ചനാഥനായ റബ്ബിനെ കൃത്യമായി പഠിപ്പിക്കുന്നിടത്ത് വീഴ്ച പറ്റിയിരിക്കുന്നു എന്നതാണ്. അള്ളാഹുവിന് അവകാശപ്പെട്ടത് വേറൊരാളിലേക്ക് മാറ്റിവെക്കരുത് എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന അസുലിയായ പാഠം ഈ സമൂഹത്തിന് അന്യമായി. അപ്പൊ എന്തും ആരെക്കുറിച്ചും പറയാം. പിന്നെ അതിനൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു വേർഡും കണ്ടെത്തിയിട്ടുണ്ട്, അല്ല കൊടുത്തതാണ് എന്ന്. അല്ല കൊടുക്കോ ഇല്ലെന്നൊക്കെ ഞാൻ പിന്നെ ചർച്ച ചെയ്യാം, അതിലേക്ക് ഞാൻ വരും ഇൻഷാ അല്ലാ. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തീരുമാനിച്ചതല്ലാത്തതൊന്നും സംഭവില്ല, അവൻ തരാത്തതൊന്നും കിട്ടില്ല. അവൻ തീരുമാനിച്ചതിൻ്റെ മുകളിൽ കയറി വർത്തമാനം പറയാനോ അവൻ തീരുമാനിച്ചതിനെ മാറ്റം വരുത്താനോ സാധ്യമേ അല്ല. ഇത് അല്ലാഹു ലോകത്തോട് പ്രഖ്യാപിച്ചതാണ്. ഇനി നമ്മുടെ നാട്ടിൽ ആളുകളൊക്കെ പറയലുണ്ടല്ലോ, മഹാന്മാർക്ക് അല്ലാഹു കൊടുത്ത കഴിവുണ്ട്, അല്ലാഹു അവർക്ക് പല കഴിവുകളും കൊടുത്തിട്ടുണ്ട്, ആ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു കൊടുത്തതാണ് നമ്മൾ ചോദിക്കുന്നത്. ശരി, റുബൂബിയത്തിന്റെ അടിസ്ഥാനം എന്താ? റുബൂബിയത്തിന്റെ അടിസ്ഥാന ശിലകൾ എന്തൊക്കെയാണ്? പരിചയണ്ട? റുബൂബിയത്തിന്റെ അടിസ്ഥാന ശിലകളായി അല്ലാഹു പഠിപ്പിച്ച
4 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? അതായത് റബ്ബായിരിക്കാൻ, റബ്ബാകണമെങ്കിൽ ആ റബ്ബിൻ്റെ പ്രത്യേകതയായി, ആ റബ്ബ് റുബൂബിയത്തിൻ്റെ പ്രത്യേകതയായി അല്ല പറഞ്ഞൊരു 4 കാര്യങ്ങളുണ്ട്. അത് ഈ സമൂഹം പഠിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ പറഞ്ഞിങ്ങനെ പോകാറുണ്ട്, റുബൂബിയത്തിൽ ആരും സംശയിച്ചിട്ടില്ല, റുബൂബിയത്തിൽ ആർക്കും സംശയമില്ല. ശരിയാണ്. പക്ഷെ റുബൂബിയത്ത് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടോ? ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പാണ് നിരന്തരമായി 10 ആഴ്ചകൾ 10 ഖുതുബകൾ റുബൂബിയത്തിൻ്റെ വിവിധ വശങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം 10 ഖുതുബകൾ. എന്നിട്ടും അത് തീർന്നിട്ടില്ല. അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ടുന്ന 10 വിഷയങ്ങളെ റുബൂബിയത്തുമായി ബന്ധപ്പെടുത്തി പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിലേക്ക് ഇറങ്ങിയാൽ അള്ളാഹു ഏറ്റവും കൂടുതൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ റുബൂബിയത്താണ്. റുബൂബിയത്ത് പറഞ്ഞിട്ടാണ് ഉലൂഹിയത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. പഠിക്കേണ്ടത് റുബൂബിയത്താണ്. റുബൂബിയത്ത് ഒരു മനുഷ്യന്റെ ഖൽബിൽ ബോധ്യമായാൽ അതിന് ഇൻഫിആൽ ഉണ്ടാകുന്നതാണ് ഉലൂഹിയത്ത് എന്നാണ്. ആ വിശ്വാസത്തിൽ നിന്ന് അതിനനുസൃതമായി രൂപപ്പെട്ടു വരും ഉലൂഹിയത്ത്. ഞാൻ പറയട്ടെ, 4 അടിസ്ഥാന കാര്യങ്ങൾ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഖൽഖാണ്, മറ്റൊന്ന് മുൽക്കാണ്, മറ്റൊന്ന് റിസ്ഖാണ്, മറ്റൊന്ന് തദ്ബീറാണ്. 4 കാര്യങ്ങൾ. അഥവാ ഖാലിഖ്, മാലിക്, റാസിഖ്, മുദബ്ബിർ. 4 കാര്യങ്ങൾ. ഞാൻ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ പണ്ഡിതന്മാരായ ആളുകളുണ്ടെങ്കിൽ അവർ വളരെ ശ്രദ്ധയോടെ കേൾക്കണം ഈ വാക്കുകൾ. സാധാരണക്കാരായ ആളുകളോട് ഞാൻ പറയാൻ, ശരിക്കും ശ്രദ്ധിക്കണം ഈ വാക്ക്. റുബൂബിയത്തിൻ്റെ അടിസ്ഥാന ശിലകളായി അള്ളാഹു പറഞ്ഞ 4 കാര്യങ്ങൾ. ഒന്ന് ഖൽഖ്, മറ്റൊന്ന് മുൽക്ക്, മറ്റൊന്ന് റിസ്ഖ്, മറ്റൊന്ന് തദ്ബീർ ഔ തസ്രീഫ്. ഈ പറയപ്പെട്ട 4 കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൻ്റെ പ്രത്യേകതയായി അള്ളാഹു അവൻ്റെ ഖുർആനിൽ പറഞ്ഞതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിൽ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹു അല്ലാത്തവർക്ക് അവൻ കഴിവായി കൊടുത്തിട്ടുണ്ടോ ഇല്ലേ? ശ്രദ്ധിക്കണം. കൊടുത്തിട്ടുണ്ടോ ഇല്ലേ? ഒന്ന് ഖൽഖ് തന്നെ എടുത്തോളൂ. ഖൽഖ്, സൃഷ്ടിപ്പ്, സൃഷ്ടിക്കാനുള്ള കഴിവ്, അത് അള്ളാഹുവിനല്ലാതെ ഏതെങ്കിലും ഒരു സൃഷ്ടിക്കുണ്ടോ? നീ അള്ളാഹ് കൊടുത്തു എന്ന് പറഞ്ഞാലും ശരി, കൊടുക്കില്ലെന്നൊക്കെ പിന്നെ ഞാൻ പറഞ്ഞുതരാം. അള്ളാഹ് കൊടുത്തു എന്ന് പറഞ്ഞാൽ പോലും അതുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ള, തൻ്റെ ഇടമുള്ള ആ വിഷയത്തെ ഖുർആനികമായ ആയത്തുകൾ കൊണ്ടോ പ്രവാചക വചനങ്ങൾ കൊണ്ടോ സ്ഥിരപ്പെടുത്താൻ കഴിയോ? എന്ത്? ഖൽഖ് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പൊ എന്താണ് ഖൽഖ് എന്ന് പറഞ്ഞാൽ? ഉണ്ടാക്കുക എന്നല്ല, സൃഷ്ടിക്കുക. എന്താണത്? അതിന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് ഈജാദു ശൈഇ മിനൽ അദം, 2 മിസാൽ സാബിഖ് ഉണ്ടാവരുത്. ഈ 2 കാര്യങ്ങൾ കൂടി ചേരണം ഖൽഖിന്. ഒന്നാമത്തത് ശുദ്ധശൂന്യതയിൽ നിന്നുണ്ടാക്കണം. ആ ശുദ്ധശൂന്യതയിൽ നിന്നുണ്ടാകുന്നത് തന്നെ മിസാൽ സാബിഖ് ഉണ്ടാവാനും പാടില്ല. എന്ന് പറഞ്ഞാൽ മുൻ മാതൃക ഉണ്ടാവാനും പാടില്ല. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഖലഖസ്സമാവാതി വൽ അർള് ഫാത്തിറസ്സമാവാതി വൽ അർള് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ കാണാം. അതോടൊപ്പം തന്നെ ഖുർആനിൽ മറ്റൊരു വേർഡ് കൂടി കാണാം, ബദീഉസ്സമാവാതി വൽ അർള്. ഈ 3നും നമ്മൾ അർത്ഥം കൊടുക്കുക എന്താ? ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്നാണ്. ശരിയാണ്, അർത്ഥം പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ അർത്ഥം അതല്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖാലിഖാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വാക്കുകളാണ്. ആ വസ്തുവിന്റെ സൃഷ്ടിപ്പിലേക്ക് നയിച്ച അതിന്റെ ഘടകങ്ങൾ ബാങ്കുളിക്കണ്ടോ? നമുക്ക് ബാങ്ക് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകതയായി പറഞ്ഞൊന്നാണ് അവൻ ഖാലിഖാണെന്ന്. അപ്പൊ ഈ രൂപത്തിലൊരു സൃഷ്ടിപ്പ് അവിടെ അള്ളാഹു പറഞ്ഞു, ബദീഉസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ മുൻ പ്ലാനില്ലാതെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ചില പ്രത്യേകതകൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു. ഈ കഴിവ് കിട്ടിയ ഏതെങ്കിലും ഒരാളുണ്ടോ? ഉണ്ടോ?
അപ്പൊ അള്ളാഹു ആ കഴിവ് കൊടുത്തിട്ടില്ല എന്ന് ഉറപ്പാണ്. ഖൽഖ് ചെയ്യാനുള്ള കഴിവ് അള്ളാഹു ആർക്കും കൊടുത്തിട്ടില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അടിസ്ഥാനപരമായി നമ്മൾ ഈ ഭൂമിലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടവരാണ്. നമ്മളുടെ ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായ അടിസ്ഥാന വിഷയങ്ങളിലൊന്നാണ് ഭക്ഷണം. ആ ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് നൽകിയതെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അല്ല, അത് തന്നെയാണ് ശരിയായ കാര്യം എങ്കിൽ ചോദിക്കട്ടെയോ പ്രിയപ്പെട്ട സഹോദരാ, നമ്മളുടെ അടിസ്ഥാന ആവശ്യമായ ഭക്ഷണ വിഭവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അല്ലാഹു അല്ലാത്തവർക്ക് നിർമ്മിക്കുവാൻ, സംവിധാനിച്ചു തരുവാൻ അല്ലാഹ് കഴിവ് കൊടുത്തിട്ടുണ്ടോ? അല്ലാഹു അങ്ങനെ ഒരു കഴിവ് അവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വളരെ ഗൗരവതരമായ ഒരു വിഷയം, വമാ മിൻ ദാബത്തിൻ ഫിൽ അർള് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലു ഫീ കിതാബിൻ മുബീൻ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർള്, ഈ ഭൂമിയിൽ ഒരു ജന്തുവർഗവും ഇല്ല, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അതിൻ്റെ ഉപജീവനം അല്ലാഹുവിൻ്റെ മേലല്ലാതെ, അല്ലാഹുവിൻ്റെ ഉടമസ്ഥതയിലല്ലാതെ, യഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ, അവയുടെ താമസസ്ഥലം അറിയുന്നവനാണ് അല്ലാഹ്, അവ സൂക്ഷിച്ചു വെച്ചതും അറിയുന്നവൻ അല്ലാഹുവാണ്. അതെല്ലാം വ്യക്തമായ രേഖയിൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അത് അവൻ്റെ മാത്രം പ്രത്യേകതയാണെന്നാണ്. ഒരാൾക്കും കൊടുത്തിട്ടില്ല, ഒരാൾക്കും കൊടുത്തിട്ടില്ല. മനുഷ്യനോട് അല്ലാഹു ചിന്തിക്കാൻ പറയുന്നുണ്ട്. മനുഷ്യൻ തിന്നുന്ന ധാന്യങ്ങളൊന്നും അല്ലാഹു അല്ലാത്തവരുണ്ടാക്കിയതല്ല. ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു ജാറത്തിൽ കിടക്കുന്ന ശൈഖിനോട് തങ്ങളുടെ സങ്കടങ്ങൾ പോയി പറഞ്ഞ് അവിടുന്ന് നിവാരണം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവനോട് ഈ ചോദ്യം പ്രസക്തമാണ്. എടോ, നീ തിന്നുന്ന ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒന്ന് ഇവിടെ ഉണ്ടാക്കി തരാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. അതാണ് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ് തൻ്റെ മുന്നിലിരിക്കുന്ന വിശ്വാസി സമൂഹത്തോട് ചോദിച്ച ധാരാളം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിലെ ഒരു ചോദ്യം ഇതാണ്, ഒയാ ഗുലാം മൻ അത്അമക വ അൻത ത്വിഫ്ലുൻ ഫീ ബത്നി ഉമ്മിക. എടാ മോനെ, നീ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന സമയത്ത്, നീ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു കുട്ടിയായി, ഒരു ശിശുവായി കിടന്ന സമയത്ത് നിനക്ക് ഉപജീവനം തന്നവൻ ആരാണടാ? ആരായിരുന്നു നിന്നെ സഹായിക്കണ്ടായിരുന്നത്? ആരാണടാ നിനക്ക് ഭക്ഷണം തന്നത്? മന്ന തഅമക് വഅൻത ത്വിഫ്ലുൻ ഫീ ബത്നി ഉമ്മിക്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഈ ലോകം കീഴ്മേൽ മറിഞ്ഞതിൻ്റെ ഉദാഹരണമാണ്. ഇങ്ങനൊക്കെ സമൂഹത്തോട് ചോദിച്ച് തൗഹീദ് ഉറപ്പിച്ച ഒരു ശൈഖിനെ തന്നെ ഇങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥിക്കുക. ആ ശൈഖിനെ തന്നെ അങ്ങോട്ട് വിളിക്കുക, ശൈഖ് നിങ്ങൾ തരണേ, നിങ്ങൾ തരണേ. ആ ശൈഖ് പറഞ്ഞോലോ, എന്ത് വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാവുത്തീരം നൽകും ഞാനെന്നോവർ. എന്നെ എവിടുന്ന് വിളിച്ചാലും ആ വിളിക്കുന്നവന്റെ വായ കൂടുന്നതിനു മുമ്പ് ഉത്തരം ഞാൻ അവന് കൊടുക്കുന്നതാണ് എന്ന് ശൈഖ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയും. കാരണം ശൈഖ് അവരുടെ വർത്തമാനം വേറെയാണ്. അത് വിശദീകരിക്കാനുള്ള നേരമൊന്നും നമ്മുടെ ഈ സംസാരത്തിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒറ്റ വാക്കിൽ ഒതുക്കുകയാണ്. ശൈഖ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ കണ്ടതിൻ്റെ ഒക്കെ പിന്നാലെ പോകുന്നുണ്ടല്ലോ. ജാറങ്ങളിൽ പോകുന്നവനുണ്ട്,
പലതരത്തിൽ ആളുകളെ വിളിച്ചു നേടുന്നവരുണ്ട്. ദർഗയുടെ മുന്നിൽ പോയി സങ്കടം പറഞ്ഞ് പൊട്ടിക്കരയുന്ന മനുഷ്യന്മാരുണ്ട്. ഇവരോടൊക്കെയുള്ള ചോദ്യമാണ്, എടോ നീ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന സമയത്ത് നിനക്ക് ഉപജീവനം തന്നത് ആരാണ്? ആരാ നിന്നെ സഹായിക്കണ്ടായത്? നീ തിന്നുന്ന ധാന്യങ്ങൾ മുഴുവനും അല്ലാഹു ഉണ്ടാക്കിയതാണ്. നീ തിന്നുന്ന പച്ചക്കറികൾ മുഴുവനും അല്ലാഹു ഉൽപ്പാദിപ്പിച്ചതാണ്. നീ തിന്നുന്ന പഴവർഗ്ഗങ്ങളെല്ലാം അല്ലാഹു ഉൽപ്പാദിപ്പിച്ചതാണ്. നിന്റെ കന്നുകാലികൾക്ക് നീ കൊടുക്കുന്ന മേച്ചിൽ പുല്ലുകളും അല്ലാഹു ഉണ്ടാക്കി തന്നതാണ്. ഇതല്ലാത്ത വേറൊരാൾ എന്തെങ്കിലും ഒന്നുണ്ടാക്കിയോ? നിന്റെ ജീവിതത്തിലേക്ക് ദൈനംദിന ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയിൻ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ? ഹലോ, ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടാത്ത് ഇങ്ങനത്തെ ഒരു പരിപാടി കേട്ടിട്ടില്ലല്ലേ? എന്ന് പറഞ്ഞാൽ മൊത്തം കേട്ടുപോകലേ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് മറുപടി പറയുന്ന പരിപാടി ഉണ്ടായിട്ടില്ലല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരെണ്ണം ഞാനിത് വെല്ലുവിളിച്ചുകൊണ്ടാണ് ചോദിക്കണത്. അത് പറയാൻ കഴിവുള്ള ഒരാളുണ്ടോ? ഇതാ ഞങ്ങളെ ശൈഖ്, ഞങ്ങളെ ജാറത്തിലെ, ഞങ്ങളവിടുത്തെ വലിയ ആ വലിയ ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഉണ്ടാക്കി തന്ന സാധനമാണിത്. പറയാനുണ്ടോ? ഒന്നും ഇല്ല. മാലക്കും മൻ തുംബിതു ശജറഹ, അല്ലാഹ് പറഞ്ഞതാണ്. ഇല്ല, ഒരു പുൽക്കൊടിയുടെ നാമ്പുണ്ടാക്കാൻ കഴിയില്ല. പിന്നെ എന്ത് കഴിവാടോ കിട്ടിയത്? പിന്നെന്താ? ഖൽഖിന് കഴിവില്ല. 2, നമ്മൾ തിന്നുന്ന റിസ്ക്, ആ റിസ്ക് നമുക്കുണ്ടാക്കി തരാൻ ഇവർക്ക് ആർക്കും കഴിയില്ല. അപ്പൊ 2 കഴിവ് അവർക്കില്ല എന്ന് ബോധ്യമാകാണ്. ഉണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ. ഇനി മൂന്നാമതോ, നാം അടിസ്ഥാനപരമായി ജീവൻ നിലനിർത്താൻ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് വെള്ളം. ആ വെള്ളം നമുക്ക് ഉണ്ടാക്കിത്തരാൻ, ആ വെള്ളം പോലെ മറ്റൊന്നുണ്ടാക്കി തരാൻ, ഇല്ലെങ്കിൽ വെള്ളമില്ലെങ്കിൽ തന്നെ വെള്ളം ഉൽപ്പാദിപ്പിച്ചു തരാൻ കഴിവുള്ള ഒരാൾ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു അവന്റെ പ്രത്യേകതയായി ചോദിച്ചതാണിത്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു ചോദിക്കുകയാണ്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ദിവസം കൃത്യമായി കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമുണ്ട്. മനുഷ്യ ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ് വെള്ളം. 20 കിലോ തൂക്കമുള്ളൊരു മനുഷ്യൻ 1 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കേണ്ടതാണ്. 20 കിലോ തൂക്കം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 1 ലിറ്റർ വെള്ളം കുടിക്കണം ഒരു ദിവസം. 70 കിലോ തൂക്കമുള്ള മനുഷ്യനാണോ ഒരു 3-3.5 ലിറ്റർ രാവിലെ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ, അഥവാ അവൻ്റെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റത് മുതൽ കിടക്കുന്നുറങ്ങുന്നതിന് മുമ്പായി കുടിക്കണം. കാരണം ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ജലമാണ്, വെള്ളമാണ്. അതാണ് അല്ലാഹുവിൻ്റെ ചോദ്യം. നിങ്ങൾക്ക് അടിസ്ഥാനപരമായി ആവശ്യമുള്ള വെള്ളമുണ്ടല്ലോ, നിങ്ങൾ കുടിക്കുന്ന ആ വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത്? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മേഘപാളികളിൽ നിന്ന്, മഴമേഘങ്ങളിൽ നിന്ന് ആ വെള്ളം നിങ്ങൾക്ക് ഇറക്കി തന്നത് നാമോ അതല്ല നിങ്ങളോ? ആ നിങ്ങളോ എന്ന ചോദ്യത്തിൽ എല്ലാവരും പെട്ടു. വലിയും പെട്ടു, ഖുതുബും പെട്ടു, അബ്ദാലും പെട്ടു, നുഖബാവും പെട്ടു, നുജബാവും പെട്ടു, എല്ലാവരും പെട്ടു. ഒരാൾക്ക് സാധ്യമല്ല. പറയുന്നുണ്ടെങ്കിൽ ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മാത്രമല്ല, വേറൊന്നുകൂടി സൂറത്തു മുൽക്കിൽ അല്ലാഹു ചോദിക്കുകയാണ്, അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾ കണ്ടുവോ? നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത്?
ഇന്നസ്ബഹ മാഉകും ഗൗറാ, നിങ്ങളുടെ വെള്ളം വറ്റിച്ചു കളഞ്ഞാൽ, അല്ലാഹു ആ വെള്ളമില്ലാതെയാക്കി കളഞ്ഞാൽ, ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, നല്ല ഉറവ് ജലം നിങ്ങൾക്ക് കൊണ്ടുതരാൻ ആരാ ഉള്ളത്? പറയൂ, ധൈര്യം ഉണ്ടെങ്കിൽ. ആ കഴിവ് അല്ലാഹ് ഇന്ന വലിയന് കൊടുത്തിട്ടുണ്ട്. വെള്ളം നിന്നാലും കുഴപ്പമില്ല, മൂപ്പര് തരും. പറ്റൂല, പറയാൻ ധൈര്യമില്ല, പറയാൻ കഴിയില്ല. കാരണം അത് അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇത് അല്ലാഹു ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്ക്, ഖൽഖില്ല, റിസ്ഖില്ല, അഥവാ ഉപജീവനമായി നമ്മൾ തിന്നുന്ന ഭക്ഷണമില്ല, നമുക്ക് അടിസ്ഥാനപരമായുള്ള വെള്ളം, അതിനും കഴിവില്ല. ഇതൊന്നും കൊടുക്കില്ല എന്നുള്ള തീരുമാനിച്ചതാണ്. ഇതൊന്നും അല്ലാഹു ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അല്ലാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. പിന്നെ എന്ത് കഴിവാണ് കിട്ടിയെന്നാ പറയണത്? എന്ത് കഴിവാണ് അവരോട് ചോദിക്കാനുള്ളത്? ഇനി അവർക്ക് തന്നെയും ഒരു കാര്യം ചെയ്യാൻ അവർക്ക് സാധ്യമാണോ? സാധ്യമാണോ? കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ ആ കാഴ്ചയെ പൂർണ്ണമായി തിരിച്ചു കൊണ്ടുവരാൻ, ശരീരത്തിന്റെ ആരോഗ്യം നശിച്ചാൽ ആ ആരോഗ്യത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, തൻ്റെ ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അത് പറ്റാതെ കൃത്യതയോടെ നിലനിർത്താൻ ഇവർക്ക് ആർക്കും കഴിയില്ല. ഇവർക്കാർക്കും കഴിയില്ല. CM മടവൂരിനെ കുറിച്ച് തന്നെ പറഞ്ഞിരുന്നത് അദ്ദേഹം മജ്ദൂബായ വലിയാണ് എന്നാണ്. മജ്ദൂബായ വലി എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ട വലി. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ബുദ്ധി സ്ഥിരത നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എങ്ങനെ വലിയാകുക? ആരാണ് വലിയെന്ന് പോലും ഈ സമൂഹം കൃത്യമായി പഠിക്കുന്നില്ല. ഒരു ജാറത്തിൽ ഒരാൾ മറമാടിയാൽ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഞാൻ ഈ പ്രദേശത്ത് ചോദിക്കാണ്. ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? പള്ളിയാലോ, ഊരോത്ത് പള്ളിയാൽ. നിങ്ങൾ ഈ മഹലിലാളാ? ഈ പ്രദേശത്തുള്ള പള്ളിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടുത്തെ മഹലിൽ ഇവിടെ മുസ്ലിമീങ്ങൾ താമസം തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? എത്ര കാലമായിട്ടുണ്ടാവും? ഒരു 500 കൊല്ലത്തിന് മേലായിട്ടുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവണം. ഒരു 500 കൊല്ലത്തിന് മേലെ എന്തായാലും ആയിട്ടുണ്ടാവും അല്ലേ? 500 കൊല്ലത്തിൻ്റെ മേലെയാകുമ്പോൾ ഈ നാട്ടിൽ എത്ര വലിയകൾ ഉണ്ടാവണം? എത്ര വലിയ ഉണ്ടാവണം? അതെ, ഒരു കൊല്ലത്തിൽ ഒരു വലിയനെ കിട്ടിയാൽ തന്നെ 500 എണ്ണം ഉണ്ടാവണം. ഈ മഹലിൽ എത്ര വലിയുണ്ട്? ഈ മഹലിൽ വലിയെന്ന് പറഞ്ഞാൽ ജാറം കെട്ടിപ്പൊക്കുന്നാണല്ലോ. അദ്ദേഹം കറാമത്തുള്ള മഹാനാണെന്ന് പറഞ്ഞാൽ ആ ജാറം കെട്ടിപ്പൊക്ക. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുക മിക്കവാറും സ്ഥലങ്ങളിലൊന്നും വലിയില്ല. എവിടെന്നെങ്കിലുമൊക്കെ വീണ് കിട്ടുന്നൊരു വലിയനെ കിട്ടിയാൽ അവിടുത്തെ വലിയായി. എന്നിട്ട് ചോദ്യം കണ്ട് വലിയ ചോദ്യം ചോദിക്കുക. എന്താ അറിയോ? മുജാഹിദികളെ, നിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും വലിയുണ്ടോടോ എന്ന്. എന്താ കാര്യം എന്നറിയോ? വലിയ ആരാണെന്നും പഠിച്ചിട്ടില്ല, ആരാണ് വലിയെന്ന് പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കണത്. ഞാൻ ആ ചോദ്യം അങ്ങോട്ട് തിരിച്ചു ചോദിക്കട്ടെ. നിങ്ങളെ കൂട്ടത്തിൽ 500 കൊല്ലമായൊരു മഹലിൽ എത്ര വലിയുണ്ട്? ഞങ്ങളെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും വലിയാണ്. മനസ്സിലായോ? മൂപ്പരൊന്നും വലിയാന്ന് പറഞ്ഞടക്കാത്തോണ്ടാണ്. അതെ. അപ്പോ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, 500 കൊല്ലമായെടുത്ത് എന്താണ് ഒരു വലിയ? 1000 കൊല്ലം കഴിഞ്ഞു പോയ സ്ഥലത്ത് പോലും വലിയില്ല. അപ്പൊ എന്താണ് ഈ സംഭവിച്ചത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താണ് സംഭവിക്കുന്നത്? മുജാഹിദുകളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വലിയുണ്ടോ കാണിക്കാനെന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയല എല്ലാവരും വലിയാണെന്നാണ്. കാരണം എന്താ? വലിയനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞ വാക്കിത്ര മാത്രമാണ്. ആരാണ് വലിയെന്ന് അല്ലാഹ് പറയുന്നുണ്ട്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ.
ആരാണ് വലിയെന്ന് അള്ളാഹു പറയുകയാണ്. അല്ലദീന ആമനൂ, വിശ്വസിച്ചവരാണ്, വകാനൂ യത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചവരുമാണ്. അപ്പം ഈമാനും തഖ്വയും ഉണ്ടോ, അയാൾ ആരായി? ഹലോ, ആരായി? വലിയായി. അപ്പം നിങ്ങളെ കൂട്ടത്തിൽ വലിയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ചോദ്യം എന്താണെന്നറിയോ? നിങ്ങളെ കൂട്ടത്തിൽ ഈമാനും തഖ്വയുമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാ ചോദിക്കുക. ഞാൻ പറയും ഞങ്ങളെല്ലാവരും അതാണെന്നാ പറയുക. ശിർക്കിന്റെ ലാഞ്ചന വരാത്ത ഈമാനിന്റെ ആളുകൾ, പരമാവധി റബ്ബിനെ സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന ആളുകൾ, അത് വലിയാണെന്ന് അല്ലാഹ് പറഞ്ഞത്. പിന്നെ ഇവരെ സമസ്തക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയാണെങ്കിൽ എന്ത് ചെയ്യും? വേറെ ചില സംഗതികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളെ വലിയായിട്ട് അതിനെന്ത് ചെയ്യണം? പരസ്പര വിരുദ്ധമായി സംസാരിക്കണം. അപ്പം പഠിച്ചോനെ മൂപ്പര് വേറെ സാധാട്ടോ, അതിനൊരു ആശയം പറഞ്ഞു വെച്ചു. വലിയന്റെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ ചോദിക്കട്ടെയോ പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വലിയാരാണ്? ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വലിയ അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. ആ സിദ്ദീഖുൽ അക്ബറിന്റെ വർത്തമാനത്തിൽ ഒന്നുപോലും സാധാരണക്കാർക്ക് മനസ്സിലാകാത്തതുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ആള് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സംസാരവും അദ്ദേഹത്തിന്റെ ശൈലിയും സമൂഹത്തിന് മനസ്സിലാകാത്തതായി ഒന്നുമില്ല. ഇനി അങ്ങോട്ട് എണ്ണിയാൽ അവസാനത്തെ സ്വഹാബി വരെ, ഇനി കടന്നുപോയാൽ താബിഈങ്ങൾ മുഴുവനും, തബഉ താബിഈങ്ങൾ, ഇനി വേണ്ട ലോകത്തെ വിജ്ഞാനം കൊണ്ട് നിറച്ച അതികായന്മാരായി അറിയപ്പെടുന്ന മഹത്തുക്കളായ ഫുഖഹാക്കൾ എന്നറിയപ്പെടുന്ന പണ്ഡിതന്മാർ, ഇമാമുന ശാഫിഈ, മഹാനായ അബൂ ഹനീഫ അൻ-നുഅ്മാൻ അൽ-കൂഫി, മഹാനായ മാലിക് ബിൻ അനസ്, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുമുല്ലാഹ്, ഈ പറയപ്പെട്ട ഒരാളുടെയും സംസാരം ആളുകൾക്ക് മനസ്സിലാകാത്തതല്ല, മനസ്സിലാകുന്നതായിരുന്നു. അപ്പൊ പിന്നെ എന്ത് ഉസൂലങ്ങൾ ഈ പറഞ്ഞ്? ഓല് പറയണേ നമുക്ക് മനസ്സിലാവില്ല എന്ന്. ഓല് പറഞ്ഞ് നമുക്ക് മനസ്സിലാവില്ലെങ്കിൽ ഒന്ന്, ആ പറയുന്ന ആൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അയാൾക്ക് ശാരീരികമായ എന്തോ കുഴപ്പമുണ്ട്, അയാളുടെ സംസാരത്തിനെന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ബുദ്ധിക്കെന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് തിരിയാത്തത്. മനസ്സിലായോ? ഇപ്പോൾ റോഡിലൂടെ അല്പം തലക്ക് സ്ഥിരമില്ലാത്ത മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു നടക്കും, നമ്മളത് ശ്രദ്ധിക്കൂല. ഇനി ശ്രദ്ധിച്ചാൽ തന്നെ അയാൾ എന്താ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അതിനടുത്ത് അയാൾ വലിയാന്ന ആണോ? വലിയെന്നാണോ? അല്ല. വലിയന്റെ ഡെഫിനിഷൻ അള്ളാഹു പറഞ്ഞു. അതാണോ വലിയ? എങ്കിൽ ഞാൻ പറയുന്നു, ഈ ഊരോത്ത് പള്ളിയാൽ എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് 500 കൊല്ലം ആയിട്ടുണ്ട് മുസ്ലിങ്ങൾ ഇവിടെ താമസിക്കുന്നതെങ്കിൽ, ഇവിടെ ഉള്ളത് ഇവിടെ ഉണ്ടല്ലേ? അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ വലിയായി 500 കൊല്ലത്തിനിടക്കുള്ള ഒറ്റയാള് മാത്രം, 1-2 ആളല്ലേ, അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഈമാനും തഖ്വയുള്ളവരല്ലേ? അല്ല പറഞ്ഞതല്ലേ ഈമാനും തഖ്വയുമുള്ളവൻ വലിയാണെന്ന്. അപ്പൊ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ കടന്നുകൂടിയ അന്ധവിശ്വാസത്തിന്റെ ആഴമെത്രയാണ്? അന്ധവിശ്വാസത്തിന്റെ ആഴമെത്രയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ച വലിയുകൾ, ഞാൻ ഒരൊറ്റയാളുടെ സംഭവം പെട്ടെന്നങ്ങ് പറയാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് ഉണ്ടല്ലോ, സൂറത്തുൽ കഹ്ഫ് നമ്മളോട് എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യാൻ പറഞ്ഞ അധ്യായമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തിനാണ് റബ്ബ് അത് പഠിപ്പിച്ചെന്ന്? എന്തിനാണ് റബ്ബ് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം? എന്താണ് അതിൻ്റെ കാരണം? അതിന് പല വിഷയങ്ങളും അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഞാൻ പറയും, ആ അധ്യായം ഒരു ബൂസ്റ്ററാണ്.
ഒരു ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ഈമാനിനെ ഏറ്റവും ശക്തമായ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ആഴ്ചയിൽ ഒരിക്കൽ അള്ളാഹു നൽകുന്ന ഒരു പ്രത്യേകതയാണത്. ഞാൻ അതിലെ എല്ലാ സംഭവങ്ങളിലേക്കും പോകുന്നില്ല, കാരണം സംഭവങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ടതാണ് സൂറത്തുൽ കഹ്ഫ്. അതിലൊരൊറ്റ സംഭവം, അള്ളാഹുവിൻ്റെ ഖുർആൻ മുവഹിദുകളായ ചില ചെറുപ്പക്കാരുടെ ചരിത്രം അള്ളാഹുവിൻ്റെ ഖുർആൻ സൂറത്ത് കഹ്ഫിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരുടെ ചരിത്രം പറയുമ്പോൾ അവരുടെ ഈമാനിന്റെ കരുത്ത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ രാജ്യം ഭരിക്കുന്ന രാജാവ് ദിഖ്യാനൂസ് രാജാവാണ്. അയാളാവട്ടെ ശിർക്കിന്റെ ഏറ്റവും ശക്തനായ പ്രചാരകനാണ്. ശിർക്കല്ലാത്തത് പറയാൻ സമ്മതിക്കാത്ത മനുഷ്യനാണ്. നാട്ടിലെ ജനങ്ങൾ മുഴുവനും ശിർക്കിന്റെ ഉപാസകരാണ്. അവിടെയാണ് ആറ് ചെറുപ്പക്കാർ രാജാവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിർത്തപ്പെടുന്നു. ആറാളുകൾ. എന്തിനാണ് ആറാളുകളെ ദർബാറിലേക്ക് കൊണ്ടുവന്നതെന്നറിയുമോ? അവർ ജനങ്ങൾക്കിടയിൽ പ്രപഞ്ചനാഥനായ റബ്ബിനെ പരിചയപ്പെടുത്തിയതാണ്, അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ചെറുപ്പക്കാർ. ആറ് ആളുകൾ അവർ ജനങ്ങൾക്കിടയിൽ ഇത് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. രാജാവ് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ വിശ്വാസമുണ്ടല്ലോ, ഇതിവിടുന്ന് അവസാനിപ്പിച്ചോളണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കുന്നതാണ്. ആ കുട്ടികൾ രാജാവിനോട് പറഞ്ഞത്, രാജാവേ, ഞങ്ങൾ ഈ പറയുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇതിനെതിരായൊരു വർത്തമാനവും ഞങ്ങളെ നാവിൽ നിന്ന് വരുന്നതല്ല. അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റിയതല്ലല്ലോ. ഇതിങ്ങനെ പറഞ്ഞ് രാജാവ് അവർക്ക് സമയം കൊടുക്കുകയാണ്. ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഈ ആറാളുകളും ഈ ആറാളുകൾ കൊല ചെയ്യപ്പെടുമെന്നത് ഉറപ്പാണ്. ആ നാട്ടിലവർ ഇല്ലാതെയാക്കപ്പെടുമെന്നത് ഉറപ്പാണ്. അള്ളാഹു അവർക്കൊരു സംരക്ഷണം ഏർപ്പെടുത്തുവാൻ നാട്ടിലെ ആരും ശ്രദ്ധിക്കാതെ ആരും കടന്നു വരാത്തതായ ഒരു ഗുഹയിലേക്ക് പോകാൻ ഈ ആറാളുകളും തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ ആറാളുകൾ ഇങ്ങനെ പോരുമ്പോ വഴിയിലുണ്ട് ആട് മേയിച്ചു കൊണ്ടൊരാൾ നിൽപ്പുണ്ട്. അയാൾ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടേ ഓടണത്, എങ്ങോട്ടേ പോണെന്ന്. അപ്പോൾ ഇവരുടെ കഥ ഈ ആളോടും പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളാ പറഞ്ഞത് ശരിയായ വർത്തമാനമാണ്, ഞാനും നിങ്ങളെ കൂടെ ഉണ്ട്, ഞാനും നിങ്ങൾ പറയുന്ന റബ്ബിലാണ് വിശ്വസിക്കുന്നത്, ഞാനും നിങ്ങളെ കൂടെ ഉണ്ട്. ഇപ്പൊ എണ്ണം എത്രയായി? ഹലോ, ഇപ്പൊ എണ്ണം എത്രയായി? 7 ആളായി. അങ്ങനെ 7-മനും കൂട്ടി പോകുമ്പോ 7-മന്റെ കൂടെ ഒരു നായയുണ്ട്. ആ നായയും അവരെ കൂടെ പോയി. ചരിത്രം അറിയാലോ, ഞാൻ ചരിത്രം വിശാലായി പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഈ 6 ആളുകളുടെ കൂടെ ഇദ്ദേഹം കൂടി 7 ആളുകൾ അവർ ഗുഹയിൽ കടന്നു. അതിൻ്റെ മുന്നിൽ നായ ഇരുന്നു. അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ്. 309 കൊല്ലം ബിനിസ്ബത്തി ഇല സനത്തിൽ ഇല സിനീൻ അൽ ഖമരിയ, ചന്ദ്രവർഷത്തിലേക്ക് ചേർത്ത് വെച്ചാൽ 309 കൊല്ലം, സൂര്യവർഷത്തിലേക്ക് ചേർത്താൽ 300 കൊല്ലം. ആ 300 കൊല്ലം അല്ലെങ്കിൽ 300 സിനീന വസ്ദാദു 9 എന്നല്ല പറഞ്ഞ 309 കൊല്ലം അവരതാ ഗുഹയുടെ ഉള്ളിൽ കിടക്കുകയാണ്. ഈ കിടക്കുന്ന ആളുകൾ ചില്ലറക്കാരല്ല, അവർ അള്ളാഹുവിൻ്റെ വലിയുകളാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചവർ, ശിർക്കിൻ്റെ ഒരു ലാഞ്ചന പോലും കടന്നിട്ടില്ലാത്ത 7 ചെറുപ്പക്കാർ, 7 ആളുകളാണ് അതിൻ്റെ ഉള്ളിൽ. അവർക്ക് കാവലായി ഒരു നായ മുന്നിൽ നിൽപ്പുണ്ട്. വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ് ലവി ത്വലഅത അലൈഹിം
ലവല്ലൈത മിൻഹും ഫിറാറാ വലമുലിത മിൻഹും റുഅബാ. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്, അവരുടെ നായ അതിൻ്റെ രണ്ട് മുൻകൈകൾ മുന്നിൽ ഇങ്ങനെ നാട്ടി നിർത്തി അതിങ്ങനെ നിൽക്കുകയാണ്. അതിനെ ആരെങ്കിലും കണ്ടാൽ റസൂലുള്ളയോട് പറയുകയാണ്, നബിയേ, നീ എങ്ങാനും അവരിലേക്ക് വെളിവായാൽ പേടിച്ച് പിന്നോട്ട് പോയി പോകും നബിയേ. അത്രയും ശക്തമായി അള്ളാഹു സംവിധാനിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ആളുകൾ 309 കൊല്ലം അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ പറ ഉറങ്ങി. മരിച്ചില്ല കേട്ടോ, മരിച്ചില്ല, ഉറങ്ങി. ഈ ഉറങ്ങിയ ആളുകൾ ആരാ? വലിയുകൾ. ഖുർആൻ പറഞ്ഞ വലി. നാട്ടിലേതെങ്കിലും ഒരാൾ വലി എന്ന് പറഞ്ഞല്ല, നാട്ടിലേതെങ്കിലും ഒരു സംഘടന അയാൾ വലിയാണെന്ന് പ്രഖ്യാപിച്ചതുമല്ല. മനസ്സിലായി? അങ്ങനെയൊക്കെയാണ് നമ്മളെ നാട്ടിൽ വലിയ ഉണ്ടാകുക. മുനമ്പത്ത് ബീവി എങ്ങനെ വലിയായി? അതവരെന്നെ പറയും, ഊരും പേരറിയില്ല, മശഹൂറൊട്ടും കുറവില്ല, ബഹുമാനം നിറഞ്ഞുള്ള നാട് നല്ല വെളിയങ്കോട്ടും മറുക്കാളി കുഞ്ഞിമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. കുഞ്ഞുമരക്കാർ ഷഹീദ്, അതുപോലെ ഉമർഖാലി, ഇവരൊക്കെ ജനിച്ച നാടാണേത്? പുതുപൊന്നാനി. അവിടെ വന്നതല്ലേ? അപ്പൊ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യമെന്നല്ലേ? അതുകൊണ്ട് അവിടെ വന്നതുകൊണ്ട് അവരും വലിയ. ഇസ്ലാം അങ്ങനല്ല. ഇസ്ലാം അങ്ങനല്ല. അള്ളാന്റെ ദീൻ അങ്ങനല്ല. അത് സമസ്ത മതത്തിൽ എങ്ങനാവാം, അള്ളാന്റെ ദീൻ അങ്ങനല്ല. അള്ളാന്റെ ദീനിൽ വലിയാവണോ, ഈമാനും തഖ്വയും ഉണ്ടാവണം. അത് അള്ളാഹു നമ്മൾ പഠിപ്പിച്ചെന്നതാണ്. അങ്ങനെയുള്ള 7 മനുഷ്യന്മാർ അതിൻ്റെ ഉള്ളിൽ ഉറങ്ങട്ടോ, ഉറങ്ങാണ്. ഇന്നത്തെ വലിയ ഉറങ്ങിയ പ്രശ്നമാണ് എന്നാണ് അല്ലേ? CM മടവൂരെങ്ങാനും കണ്ണടച്ചു പോയാ പ്ലെയിനുകൾ കൂട്ടിയിടിക്കും, റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കും എന്നാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഭാഗത്ത് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട ഉസ്താദുമാരോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എന്തായാലും ബന്ധപ്പെടുന്ന ആളുകളാണല്ലോ അല്ലേ? അങ്ങനെ മരിച്ചുപോയവരുമായിട്ട് എന്ത് ചെയ്യാൻ ബന്ധമുള്ള ആളുകളെന്നാ പറയുക. ഇപ്പോഴും തദ്ബീർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നല്ലോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇപ്പോൾ കുറച്ച് ദിവസമായി അടുപ്പിച്ച് ഈ എയർക്രാഫ്റ്റ് ക്രാഷ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വരുന്നു. അതിൻ്റെ അർത്ഥം മൂപ്പർ എവിടൊക്കെയോ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ണ് മാളുന്നുണ്ട് എന്നാണ്. അതെ, അതുകൊണ്ടൊരു ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൻ്റെ കണ്ണടയാതിരിക്കാൻ വേണ്ടി ഒരു ഈർക്കിൽ അവിടെ വെക്കണം, നല്ലതായിരിക്കും. കാരണം ഇത് അടഞ്ഞു പോകും, കാര്യം അങ്ങനെയാണല്ലോ. അപ്പോൾ കണ്ണടയാതിരിക്കാൻ എന്ത് ചെയ്യണം, ഒരു ഈർക്കിൽ വെച്ചാളാ. ഇല്ലെങ്കിൽ ഇവിടെ പ്ലെയിനൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ വർത്താനാണ്. എന്നാ കേൾക്കണോ? കണ്ണടച്ചിരിക്കുകയാണ് ആര്? അള്ളാഹുവിൻ്റെ വലിയുകൾ. 1 കൊല്ലമല്ല, 309 കൊല്ലം അവർ ഉറങ്ങിക്കിടക്കുകയാണ്. ആ ഉറക്കത്തിൽ നിന്ന് അള്ളാഹു 309 കൊല്ലം കഴിഞ്ഞവരെ ഉണർത്തി. ഇപ്പോൾ ഉണർന്നെഴുന്നേറ്റ ആളുകൾ വലിയുകളാണ്. ശ്രദ്ധിച്ചോളേ, വലിയ. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഒരു പ്രധാനപ്പെട്ട വിഷയം ബോധ്യപ്പെടുത്താനുണ്ട്. അതുകൊണ്ടാണ് ഈ ആളുകൾ എഴുന്നേറ്റിട്ട് അവരാദ്യം സംസാരിച്ചത് എന്തായിരുന്നു സംസാരിച്ചത്? അവർ ചോദിക്കുകയാണ്, പരസ്പരം ചോദിക്കുകയാണ്, കം ലബിസ്തും, നമ്മൾ ഗുഹയിൽ വന്ന് കിടന്ന് എത്ര ഇപ്പം നമ്മളിവിടെ കിടന്ന് ഓൽക്കറിയണില്ല. എത്രയാണ് അവിടെ കിടന്നത് എന്നുള്ള വിവരം അവർക്കറിയണില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാണ്. അപ്പൊ ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം. സാഹചര്യം നോക്കിയിട്ട് കൂടെയുള്ളവർ പറഞ്ഞു, ഒരു ദിവസമോ ഒരു ദിവസത്തിൻ്റെ അല്പസമയമോ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഞങ്ങളും ഉണ്ടാത്ത് പറയാൻ പാടുണ്ടോ? ഇല്ലേ, പാടില്ല. കാരണം എന്താ?
നമ്മുടെ നാട്ടിലെ സമസ്തക്കാരൻ്റെ വിശ്വാസപ്രകാരമാണെങ്കിൽ അവരത് പറയാൻ പാടില്ല. കാരണം എന്താ? കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടി പറഞ്ഞോവരെ. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും ഒക്കെ വിളിച്ചു പറയുന്ന ആളാണ് ആര്? വലിയ എന്നാണ് ഓല് വിശ്വസിക്കുന്നത്. ലോക്കൽ വലിയനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. നമ്മളെ നാട്ടിൽ പറയപ്പെടുന്ന വലിയുകളുടെ ഒക്കെ കറാമത്ത് അതാണ്. അവർ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും ഒക്കെ വിളിച്ചു പറയുന്ന ആളുകളാണ് എന്നാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഖുർആൻ വലിയാണെന്ന്, ഖുർആൻ ഉന്നതന്മാരെന്ന് ബോധ്യപ്പെടുത്തി നമുക്ക് പറഞ്ഞു തന്ന ആളുകൾ 309 കൊല്ലം ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വന്നിട്ട് ഉറങ്ങിയത് എത്ര കൊല്ലാണെന്ന് ഓൽക്കറിയണില്ല. അപ്പൊ ഇതിന് മുജാഹിദ് വലിയായിരിക്കുക? മുജാഹിദ് വലിയന് കറാമത്തില്ല എന്നല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഈ 309 കൊല്ലം ഉറങ്ങിയിട്ട് അവരുറങ്ങിയ കാലവും അറിയില്ല, മാത്രമല്ല തങ്ങൾ ജീവിക്കുന്ന നാട് മാറിയതും അവരറിയുന്നില്ല. അപ്പോൾ കിടന്നുറങ്ങി 309 കൊല്ലം കഴിഞ്ഞ് എഴുന്നേറ്റതാണ്. അപ്പോൾ വിശക്കുണ്ട്. അപ്പോൾ കൂടെയുള്ള ആള് കയ്യിലിരിക്കുന്ന ആ പൈസ, അന്നത്തെ നാണയം എടുത്ത് ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പോയിട്ട് നല്ല ഭക്ഷണം ഇവിടെ കിട്ടാൻ നോക്കിയിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് വരാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മളെക്കുറിച്ചൊന്നും പറയരുത്, ആരും അറിയുകയും ചെയ്യരുത്, വളരെ സൂക്ഷിച്ചേ പോകാവൂ കേട്ടോ. അപ്പം എന്താ സംഗതി? ഇവരിപ്പോഴും എവിടെ ഉള്ളത്? 309 കൊല്ലത്തിന് മുമ്പുള്ളത്. 309 കൊല്ലമായതൊന്നും ഓൽക്കറിയില്ല, നാടും നാട്ടുകാരും മാറിയതും അറിയില്ല. ഇപ്പൊ ഈ നാട് കഴിഞ്ഞ ദഖിയാനൂസ് രാജാവിൻ്റെ കാലത്തുള്ള ശിർക്കിൻ്റെ നാടല്ല, തൗഹീദിൻ്റെ നാടാണ്. അവിടെ മുഅ്മിനീങ്ങൾ ധാരാളമുള്ള നാടാണ്. അതൊന്നും ഇവരറിയണില്ല. അങ്ങനെ കൂട്ടത്തിലുള്ള ആളെ വളരെ പേടിച്ച് ആ നാണയമായിട്ട് പോയി ഒരു ഭക്ഷണം വിൽക്കുന്നവൻ്റെ അടുത്ത് പോയിട്ട് ഭക്ഷണം ആവശ്യമുള്ളത് വാങ്ങിയിട്ട് ഈ നാണയം കയ്യിൽ കൊടുത്തു. നാണയം ഇങ്ങനെ തിരിച്ചും മറിച്ചും കടക്കാരൻ നോക്കാണ്. ഇപ്പം ഞാൻ പറയാം, നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും കടയിൽ പഴയ അണ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് അണ? പ്രായമുള്ളവർക്കറിയായിരിക്കും. ഈ അണ അല്ലെങ്കിൽ ചക്രം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതുമായിട്ട് ഈ കടയിൽ പോയി ഭക്ഷണം മേടിച്ചിട്ട് ഇത് കൊടുത്ത എന്താ നിങ്ങൾ വിളിക്കുക ആളുകൾ നോക്കുമല്ല, എവിടുന്ന എന്താണിത്? അയാൾ പറഞ്ഞു ഇത് നമ്മളെ നാട്ടിലെ പൈസ അല്ലേ. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് നമ്മളെ നാട്ടിലെ പൈസ ആയിരുന്നു, ദഖിയാനൂസ് രാജാവിൻ്റെ കാലത്ത് ഇത് പൈസയായിരുന്നു, ഇപ്പതല്ല. അപ്പോൾ ഇപ്പോൾ പൈസ മാറിയിരിക്കണം. നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? എവിടെ നിന്ന് നിങ്ങൾ ഈ സാധനം കൊണ്ടുവരുന്നത്? എവിടെ നിന്ന് നിങ്ങൾക്ക് ഈ പൈസ കിട്ടിയത്? ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് സംഭവം പുറത്തു വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഈ വലിയകൾക്ക് ഇതൊന്നും അറിയില്ല. നമ്മളെ നാട്ടിൽ ലോക്കൽ വലിയന് ഇതെല്ലാം അറിയും. ഞാനെന്ന് പറയുന്ന വിശ്വാസി ഏത് വിശ്വസിക്കണം? അള്ളാന്റെ ഖുർആൻ പറഞ്ഞ് വിശ്വസിക്കണോ? അതല്ല ഇന്ന് നാട്ടിൽ ഓരോരുത്തനും മൈക്ക് കെട്ടി ഓരോരുത്തനും തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാനം വിശ്വസിക്കണോ? ഞാൻ പറയട്ടെ, അങ്ങനെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമെല്ലാം അറിയാനുള്ള കഴിവ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ല എന്ന് അള്ളാന്റെ ഖുർആനിൽ അല്ലാഹ് സാക്ഷ്യപ്പെടുത്തിയതാ. ഇതിങ്ങനെ ഓതിപ്പോയാൽ പോരാ, ഇതിങ്ങനെ വായിച്ചു പോയാൽ പോരാ, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം, പഠിക്കണം. അള്ളാഹു നമുക്ക് കാണിച്ചു തരണത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ, വലിയ ഉറങ്ങിയാലും എന്താവൂല ചുറ്റും നടക്കുന്നത് അറിയാൻ കഴിയൂല. ഉറങ്ങിയിട്ടറിയില്ലെങ്കിൽ പിന്നെ മരിച്ചാൽ കഴിയോ? ഉറങ്ങിയിട്ടറിയില്ലെങ്കിൽ പിന്നെ മരിച്ചാൽ കഴിയോ? കഴിയില്ല. അങ്ങനെ നിങ്ങൾ പറയുക കഴിയില്ലാന്ന്?
അപ്പം എന്ത് വേണം? ഇപ്പോൾ ഉറങ്ങിയതിന് ശേഷം വലിയുകൾ തിരിച്ചു വന്നപ്പോൾ നമുക്ക് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു ഉറങ്ങിയപ്പോൾ വരുന്നില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന്. അപ്പം നമുക്കൊരു കാര്യം ബോധ്യമായി, വലിയൻ്റെ കണ്ണടഞ്ഞാൽ അഥവാ ഉറങ്ങിയാൽ അയാൾക്ക് എന്തില്ല, ചുറ്റും നടക്കുന്ന ഒന്നും അറിയാൻ കഴിയൂല. എന്നാൽ ഇനി മരിച്ചാലോ? മരിച്ചതിന് ശേഷം ഒരാൾ വന്ന് പറഞ്ഞാലല്ലേ നടക്കുള്ളൂ, അല്ലേ? അല്ലേ? മരിച്ചതിന് ശേഷം ആരെങ്കിലും തിരിച്ചു വന്നിക്കണ? തിരിച്ചു വന്നിക്കണ? ഇല്ല, അല്ലേ? ഉറപ്പല്ലേ? അല്ല, തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചു വന്നു എന്ന് ആരാ പറഞ്ഞത്? അള്ളാഹ് പറഞ്ഞു. എവിടെ പറഞ്ഞു? ഖുർആനിൽ പറഞ്ഞു. ഏത് അധ്യായത്തിൽ പറഞ്ഞു? സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു. ഈ മരിച്ചുപോയവർക്ക് എന്തെങ്കിലും അറിയാൻ കഴിയോ ഇല്ലേന്ന് നിങ്ങൾ പരതി നടക്കൊന്നും വേണ്ട, അള്ളാഹിന്റെ ഖുർആൻ നോക്കിയാൽ മതി. എന്താ? അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്ത് ബഖറയിൽ അള്ളാഹു പറയാണ്, ഔ കല്ലദീ മർറ അലാ ഖറിയ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ. അള്ളാഹു ചില ഉദാഹരണങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അവിടെ കാണാം, ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് യാത്രക്ക് പുറപ്പെടുകയാണ്. ആ യാത്ര പോകുന്നയാൾ, അയാൾക്ക് യാത്രയിൽ കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും കൂടെ കരുതിയിട്ടുണ്ട്. അയാളുടെ കഴുതപ്പുറത്ത് അയാൾ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അയാൾ യാത്ര പോകുമ്പോൾ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് എത്തുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് വരികയാണ്. അങ്ങനെ ആ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഒരു ഗ്രാമം അതതിൻ്റെ പന്തലിൽ ഇങ്ങനെ വീണ് കിടക്കാണ്. അതിങ്ങനെ തകർന്ന് കിടക്കാണ്. ഗൾഫിൽ പോയവർക്കറിയാം, മക്കത്ത് നിന്ന് മദീനത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോകുമ്പോൾ, ബദർ വഴി പോകുമ്പോൾ ഒക്കെ നമുക്ക് ധാരാളം സ്ഥലങ്ങളിൽ പഴയ പ്രതാപം നമുക്ക് വിളിച്ചു പറഞ്ഞു തന്നുകൊണ്ട് പല കെട്ടിടങ്ങളും തകർന്നു കിടക്കുക നമ്മൾ കണ്ടിട്ടുണ്ട്. മുമ്പ് മഹത്തയായി ഉപയോഗിച്ചതൊക്കെ എന്ത് ചെയ്യുക, തകർന്നു കിടക്കണ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്രാമത്തിലൂടെ പോകുന്ന ഈ ആൾ ഇതിങ്ങനെ തകർന്നു കിടക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആത്മകഥം ചെയ്തു. എങ്ങനെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കാം? ഇതെങ്ങനെ അള്ളാഹു പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കും എന്ന് അദ്ദേഹം ആത്മകഥം ചെയ്തപ്പോ പരിശുദ്ധ ഖുർആൻ പറയാണ്, അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിച്ചു. അദ്ദേഹം മരിച്ചു വീണു. അപ്പോ ഭൂമിയുടെ പുറത്തേക്ക് വീണു. ആരും കടന്നു വരാത്ത, ആരും കാണാത്തൊരു പ്രദേശത്ത് മരിച്ചു വീണു. എത്ര കൊല്ലം? 100 കൊല്ലം അവിടെ കിടന്നു. 100 കൊല്ലം മരിച്ചു കിടന്നു. പിന്നെ അല്ലാഹു അദ്ദേഹത്തെ എന്ത് ചെയ്തു? ജീവിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, കം ലബിസ്ത, നിങ്ങൾ എത്രയാണ് ഇവിടെ കഴിഞ്ഞുകൂടിയത്? ആ ചോദിക്കപ്പെട്ട വ്യക്തി ആരാന്നറിയോ? ഉസൈർ അലൈഹിസ്സലാമാണ്. ചോദിക്കപ്പെട്ട വ്യക്തി ഉസൈർ അലൈഹിസ്സലാം പ്രവാചകനാണ്. ആ ഉസൈർ അലൈഹിസ്സലാമിനോട് റബ്ബ് ചോദിക്കുന്നത്, കം ലബിസ്ത, നിങ്ങൾ എത്ര ഇവിടെ കഴിഞ്ഞുകൂടിയെന്ന്. ഉസൈർ അലൈഹിസ്സലാം എന്ത് മറുപടി പറയണം? എന്ത് മറുപടി പറയണം? 100 വർഷമെന്ന് മറുപടി പറയണം. കാരണം എന്താ? ഔലിയാക്കൾ മരിച്ചാലും അമ്പിയാക്കൾ മരിച്ചാലും അവർ ഈ ലോകം മൊത്തം അറിഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ്, അല്ലേ? മങ്കൂസ് മൗലിദിൽ
റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറയുന്നൊരു വർത്താനുണ്ട്. എന്താ? യാ സയ്യിദസ് സാദാതി ജിഅ്തുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽളുഅഫി ശദീദി ഫഅസ്ഇദി യാ സയ്യിദസ് സാദാത്ത്, നേതാക്കന്മാരുടെ നേതാവായ നബിയെ, ജിഅ്തുക, ഞാനിതാ അങ്ങയുടെ അടുത്ത് വന്നിരിക്കുകയാണ്, ഖാസിദാ, അങ്ങേ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വന്നത്, അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി, അങ്ങയുടെ ഈ പ്രതിരോധ മേഖലയാണ്, അങ്ങയുടെ സുരക്ഷിതമായ മേഖലയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ മൃതാവിലാക്കല്ല നബിയേ. തീർന്നില്ല. ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽളുഅഫി ശദീദി ഫഅസ്ഇദി. നബിയേ, എനിക്ക് വന്നിറങ്ങിയിട്ടുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും കാലവിപത്തുകളും നിങ്ങൾക്കറിവുള്ളതാണല്ലോ നബിയേ. എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലൈവായി ആര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്? റസൂലുള്ള കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴും എന്ത് ചെയ്യാണ്? ഇതെല്ലാം അറിഞ്ഞും കേട്ടും മനസ്സിലാക്കിക്കൊണ്ടും ഇരിക്കുകയാണ് എന്ന വിശ്വാസമാണ് മങ്കൂസ് മൗലിദിലൂടെ, ഈ ശിർക്കൻ വിശ്വാസമാണ് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. അവിടെയാണ് ഖുർആനിന്റെ തിരുത്ത് ഞാൻ പറയുന്നത്. ഉസൈർ അലൈഹിസ്സലാം പ്രവാചകനാണ്. 100 കൊല്ലം എന്ന് മറുപടി പറയണം ഉസൈർ അലൈഹിസ്സലാം. പക്ഷെ എന്താ പറഞ്ഞത്? ഖാല ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ അല്പസമയമോ മാത്രമാണ് ഞാൻ ഇവിടെ കഴിഞ്ഞുകൂടിയത്. അപ്പൊ അല്ലാഹ് പറഞ്ഞു, ഉസൈർ, നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ബൽ ലബിസ്ത മിഅത ആം, നിങ്ങളിവിടെ കഴിഞ്ഞത് 100 കൊല്ലമാണ്. 1 നൂറ്റാണ്ട് കാലം ഒരു പ്രവാചകൻ ഭൂമിയുടെ ഉപരിതലത്തിൽ, ഖബറിന്റെ ഉള്ളിലല്ല, മറമാടിയിട്ടില്ല, ഭൂമിയുടെ പുറത്ത് മരിച്ചു കിടക്കാണ്. ഈ 100 കൊല്ലം കഴിഞ്ഞത് മരിച്ചു കിടക്കുന്ന ഉസൈർ അലൈഹിസ്സലാം അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇനി അള്ളാഹു ചോദിച്ചതിനുള്ള ഉത്തരം കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസൈർ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഉസൈർ, നിങ്ങളുടെ കഴുത എവിടെ? നിങ്ങൾ യാത്ര ചെയ്തൊരു കഴുതപ്പുറത്ത് വന്നില്ലേ, ആ കഴുത എവിടെ? ആ കഴുത അതാ മണ്ണോട് മണ്ണായിരിക്കുന്നു. കാരണം 100 കൊല്ലം കഴിഞ്ഞു. ഉസൈറിനൊരു കുഴപ്പമില്ല കേട്ടോ, ഉസൈർ ഇസ്ലാമിക്ക് കുഴപ്പമില്ല. എന്താ കാര്യം? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. എന്ത്? ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല ജസാദൽ അംബിയാ, അംബിയാക്കൾ മരിച്ചാലും അവരുടെ ആ ഭൗതിക ശരീരം, ശറഫാക്കപ്പെട്ട പവിത്രമായ അവരുടെ ദേഹം, അത് മണ്ണ് തിന്നുകയില്ല. അത് മണ്ണിൽ നിന്ന് നിഷിദ്ധമാണ്. തൊട്ടിട്ടില്ല മണ്ണ്. മനസ്സിലായോ? സാധാരണഗതിയിൽ പറയാറുണ്ട്, മുജാഹിദുകളുണ്ടല്ലോ അള്ളാഹുവിന്റെ റസൂലിനെ സാധാരണക്കാരനാക്കിയവരാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പോലത്തെ മനുഷ്യനാണെന്നൊക്കെ പറയാൻ. നമ്മളെ വിശ്വാസം എന്താണെന്നറിയോ? ഹിജറ 11-ാം കൊല്ലം റബീഉൽ അവ്വൽ 12-ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ അള്ളാഹുവിന്റെ ഹബീബ് ളുഹാ സമയം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നോ അതേ രൂപത്തിൽ, ഒരു രോമത്തിനു മാറ്റമില്ലാതെ, ശരീരത്തിന്റെ ഒരു രോമത്തിനു മാറ്റമില്ലാതെ ഇന്നും ആയിഷ ബീവിയുടെ വീട്ടിന്റെ ഉള്ളിൽ, ആ ഖബറിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കേടുമില്ലാതെ, ഒരു മാറ്റവുമില്ലാതെ അതേ രൂപത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുജാഹിദുകൾ.
അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ പറഞ്ഞു വരുന്നത് ഹുസൈർ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിക്കും, എവിടെ കഴുത? കഴുത കാണാനില്ല, മണ്ണോട് മണ്ണായി. എന്നാ നിങ്ങളെന്താ ചോദിച്ചത്? ഈ നശിച്ചു കിടക്കുന്നത് എങ്ങനെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കുന്നല്ലോ, നോയിക്കോളീൻ. കൈഫ നുൻസിസുഹാ ثم نكسوها لحما. എങ്ങനെയാണ് ഈ കഴുതയെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ തർക്കീബ്? എങ്ങനെയാണ് മാംസം പൊതിയുന്നത്? കണ്ടോ ഹുസൈർ? മനസ്സിലായോ? അള്ളാഹു സൃഷ്ടിക്കുന്ന പ്രോസസ് നേരിട്ട് അള്ളാഹു കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് ആര്? ഹുസൈർ അലൈഹി സ്വലാത്തു വസ്സലാം. ഇനി ഒരത്ഭുതം കൂടി അള്ളാഹു കാണിച്ചു കൊടുത്തു ഹുസൈർ അലൈഹി സ്വലാമിന്. ഹുസൈർ, നിങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണവും വെള്ളമൊക്കെ എവിടെ? അല്ലേ അള്ളാഹ് പറയാണ്, നിങ്ങളെ ഭക്ഷണവും വെള്ളവും നോക്കി അതിനൊരു മാറ്റമില്ല. 100 കൊല്ലം കഴിഞ്ഞിട്ടും ആ ഭക്ഷണം അന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് പോലെ. ഇനി പറയുങ്ങൾ, മരിച്ചവര് കേൾക്കും, കാണും, അറിയും എന്നിങ്ങനെ പെരുമ്പറ അടിക്കുന്ന ആളുകളുടെ കടക്കൽ കത്തിവെച്ചവരുടെ തലമണ്ടക്കടിക്കുകയാണ് അള്ളാഹു. ഇല്ലടോ, അങ്ങനെ കാണാനും കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും അവർക്ക് കഴിയില്ല. കഴിയുമായിരുന്നെങ്കിൽ അത് ഹുസൈറിന് കഴിയണമായിരുന്നു. ഇപ്പൊ കേട്ടോ, അപ്പൊ ഒലി ഉറങ്ങിയാലും അറിയൂല, മരിച്ചാലും അറിയില്ല. പിന്നെ എന്ത് കഴിവാണ് ഈ കിട്ടിയത്? ഈ കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞല്ലോ, അതെന്ത് കഴിവാണെന്നാണ്? ഏത് കഴിവാണ് കൊടുത്തത്? ഇല്ല. നമ്മൾ എവിടെ നിന്ന് വിളിച്ചും കേൾക്കാനുള്ള കഴിവാണോ? ഇല്ല. അത് അള്ളാന്റെ മാത്രം പ്രത്യേകത. അത് കൊടുക്കൂല. എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാനുള്ള കഴിവാണോ? അത് അള്ളാന്റെത്. അള്ള കൊടുക്കൂല. അള്ള കൊടുക്കൂലെന്ന് അള്ളാഹു അവന്റെ വിശേഷണമായി പറഞ്ഞതോടെ അത് ബോധ്യപ്പെടാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. ഈ മൊബൈല് അഥവാ ഒരു മൊബൈൽ, ഇതെൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ, ലോകത്ത് എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ നോക്കാം. അപ്പോഴല്ലേ എനിക്കിത് അഭിമാനം പറയാൻ പറ്റുള്ളൂ. അല്ലേ? ആണോ? അല്ലേ? ആണ്. എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഞാൻ പറയാം, ഇതെൻ്റെ കേട്ടോ, എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് പറയാം. നാളെ പിറ്റേന്ന് ഞാൻ ഇതുപോലത്തെ ഒരു മൊബൈൽ മേടിച്ച് മൂപ്പർക്ക് കൊടുത്തു നോക്കാം. നിങ്ങളെ പേരെന്തേനു? കുഞ്ഞിപ്പ, രായൻകുട്ടി എന്ന കുഞ്ഞിപ്പ അല്ലേ? അദ്ദേഹത്തിന് ഞാൻ മേടിച്ചു കൊടുത്തു. ഇനി എനിക്ക് എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ രായൻകുട്ടി കഴിഞ്ഞിട്ട് പറയും, അല്ല എൻ്റെ അടുത്തും ഉണ്ട് എന്ന് പറയും. അപ്പൊ ഞാൻ പറയും, ഞാൻ വാങ്ങി തന്നാൽ, നിങ്ങൾ വാങ്ങി തന്നാൽ എൻ്റെ അടുത്ത് ഉണ്ടല്ലോ. ശരിയാണോ? ആണോ? അപ്പോൾ ഒരാൾ പറയാണ്, എല്ലാം കാണുക. അത് ആരുടെ വിശേഷണം? അള്ളാന്റെ വിശേഷണം. അല്ല, ഒലിയനും കഴിയും. അത് കഴിയൂല. അള്ള കൊടുത്തോ? അള്ള കൊടുത്താ പിന്നെ അള്ളാന്റെ വിശേഷണം അള്ള പറയാൻ പറ്റുമോ? അള്ള പറയാൻ പറ്റുമോ? എന്നാ അള്ള എന്താ പറഞ്ഞത്? യഅലമു ഖായിനതൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവൻ അല്ലാഹുവാണ്. ഹൃദയാന്തരാളങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചതറിയുന്നവൻ അല്ലാഹുവാണ്. അപ്പൊ അല്ല പറഞ്ഞു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകതയായി പറയുന്നു. എന്നിട്ട് ആ വർത്താനം വേറൊരാൾക്ക് കൊടുത്തു എന്ന് അല്ല പറഞ്ഞാലോ? അത് പറയൂല. അപ്പൊ കൊടുത്ത കഴിവുന്ന വാദം തന്നെ തെറ്റാണ്. അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല. അത് ഈ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടാൻ, അല്ലെങ്കിൽ സങ്കടം പറയാനും സഹായം തേടാനുമൊക്കെ ഒരു കൂട്ടരെ ഉണ്ടാക്കി വെച്ചിട്ട് അവർ അല്ലാഹു അല്ല എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഉഡായിപ്പ് തന്ത്രമാണ് എന്ത് കൊടുത്ത കഴിവ് എന്ന വാദം. അത് അല്ലാഹു കൊടുക്കൂല. അള്ളാന്റെ പ്രത്യേകതയാണത്. അള്ളാഹുവിന്റെ പ്രത്യേകതയായത് അള്ളാഹു വേറൊരാൾക്ക് കൊടുത്തു എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ കൊടുത്താൽ എപ്പോഴും ഉണ്ടാവൂലേ? കേട്ടോ, അങ്ങനെ കൊടുത്താൽ എപ്പോഴും ഉണ്ടാവണോ വേണ്ടേ? ശരി, എന്നാൽ ഒറ്റ വാക്യം പറയാം.
സാധാരണ ആളുകളൊക്കെ പറയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ ഇപ്പൊ തിന്നതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരും, നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരും എന്ന് ആര് പറയുന്നു? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. പക്ഷെ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞെന്താ? ഞാൻ പറഞ്ഞു തരുന്ന അല്ല, പിന്നെന്താ? അള്ളാഹു എനിക്കറിയിച്ചു തരുമ്പോ ഞാൻ എന്ത് ചെയ്യും? പറയും, അറിയും, ഞാൻ പറഞ്ഞുതരാം. അല്ല എന്നോട് പറഞ്ഞു ആ വരുന്നവൻ തിന്നത് ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കീൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞതാ? ഞാൻ അറിഞ്ഞാണോ? ആണോ? അല്ല, നിങ്ങൾ പറയുന്ന വാദപ്രകാരമാണെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് അല്ല കൊടുത്തെന്നാണ് വെക്കുക, ആണെന്ന് വെക്കുക. എന്നാ ഈസാ നബിക്ക് എപ്പോഴും അത് ഉണ്ടാവണ്ടേ? ഉണ്ടാവണോ വേണ്ടേ? ഉണ്ടാവണം. എന്നാ പരിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നാളെ വിചാരണ ചെയ്യുന്ന സമയത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നീയാണോ ഈസ അള്ളാഹുവിന് പുറമെ നിന്നെയും നിന്റെ ഉമ്മയെയും ആരാധ്യന്മാരാക്കാൻ പറഞ്ഞോ? അപ്പൊ ഈസാ നബി പറയും, പഠിച്ചോനെ ഞാൻ അങ്ങനെ പറയില്ല, നീ എന്നോട് കൽപ്പിച്ചതല്ലാത്തതൊന്നും ഞാൻ പറയില്ല. പിന്നെ അല്ലാ, ഞാൻ അവരുടെ കൂടെ ഉള്ളപ്പോൾ ഓല് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അറിയും. എന്നാൽ ഫലമ്മാ തവഫൈതനി, നീ എന്നെ സമ്പൂർണമായി ഏറ്റെടുത്തപ്പോൾ ഈസാ നബി മരിച്ചോ ഇല്ലേ? ഹലോ, ഈസാ നബി മരിച്ചോ ഇല്ലേ? മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ക്രൈസ്തവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകനായ ഈസാ നബിയോട് അല്ലാഹ് ചോദിക്കാണ്, അല്ല ഈസ നീയാണോ അത് പറഞ്ഞത്? അപ്പൊ പറയും, പഠിച്ചോനെ ഞാൻ അവരുടെ കൂടെ ഉള്ളപ്പോൾ ഓല് ചെയ്ത പണി എന്താണെന്ന് എനിക്കറിയാം. ഫലമ്മാ തവഫൈതനി കുന്ത അന്ത റഖീബ അലൈഹിം, നീയാണ് അവരുടെ നിരീക്ഷകൻ, എനിക്കറിയില്ല. അപ്പൊ നേരത്തെ നിങ്ങൾ വീട്ടിൽ വെച്ചത് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞതോ, അത് ബീദിനില്ലാ, അള്ളാഹു വഹീ പ്രകാരം എനിക്കറിച്ചു തരുന്ന പറയുന്നുള്ളൂ. എൻ്റെ കഴിവല്ല, എൻ്റെ അറിവുമല്ല, എനിക്കല്ല തന്നിട്ടുമില്ല, അത് അള്ളാൻ്റെതാണ്, എനിക്കറിയില്ല. അല്ല, അള്ളാഹ് കൊടുത്ത കഴിവാണെങ്കിൽ അതെപ്പോഴും ഉണ്ടാവുമായിരുന്നു. അതില്ല എന്നും ഇങ്ങനെ വാദിക്കാൻ വരുന്ന ആളുകൾക്ക് അള്ളാഹു ഒരു മറുപടി എന്ന നിലക്കാണ് ഈ സംഭവം കൂടി ഉദ്ധരിച്ചു കൊടുത്തത്. അപ്പോഴേ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് തൗഹീദിനെ കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് നമ്മുടെ സങ്കടം അറിയുന്നവൻ, നമ്മൾ വിളിച്ചാൽ ഉത്തരം ചെയ്യാൻ കഴിവുള്ളവൻ, നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയുന്നവൻ. അത് അല്ലാഹ് മാത്രമാണ്. വേറൊരാൾക്കും അയാൾ എത്ര വലിയ കുത്തുബായാലും ഇനി പ്രവാചകനാണെങ്കിൽ പോലും അറിയില്ല. നമ്മൾ ഉദ്ദേശിച്ച പറഞ്ഞ സമയത്തേക്കാളും 15 മിനിറ്റ് കൂടിയിട്ടുണ്ട്. കാരണം എനിക്ക് നമ്മളെ MSMൻ്റെ കുട്ടികൾ ഒരു പ്രോഗ്രാമുണ്ട്, ഞാനതിൽ അറ്റൻഡ് ചെയ്യേണ്ട ആളാണ്. ഇൻഷാല്ലാ ഞാനൊരു 8:30 വരെ പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. 8:45 ഞാൻ അവസാനിപ്പിക്കാൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരാൾക്കും അത് കഴിയില്ല. അതുകൊണ്ടാണ് ഞാനൊരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ എല്ലാവരും ഒരു കല്യാണ വീട്ടിലിരിക്കുകയാണ്. ആ കല്യാണ വീട്ടിലേക്ക് അള്ളാൻ്റെ റസൂൽ കയറി വരുന്നുണ്ട്. അവിടെ ചെറിയ പെൺകുട്ടികൾ ഇങ്ങനെ ദഫടിച്ച് പാട്ട് പാടുന്നുണ്ട്. ഇമാം ബുഖാരി കിതാബ് നിക്കാഹ്, കിതാബുൽ മഗാസി 2 സ്ഥലങ്ങളിലും ഈ ഹദീസ് കൊണ്ടുവരുന്ന നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കയറി വരുമ്പോൾ ആ പെൺകുട്ടികൾ അവരുടെ പിതാക്കന്മാർ ബദറിൽ അവരുടെ പോരാട്ടങ്ങളെക്കുറിച്ച് പാടിക്കൊണ്ടിരിക്കാൻ. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹിനെ ഇങ്ങനെ കണ്ടപ്പോൾ, നബിതങ്ങൾ കയറി വരുന്ന കണ്ടപ്പോൾ കൂട്ടത്തിലൊരു പെൺകുട്ടി നേരത്തെ പറഞ്ഞ പാട്ട് അവിടെ നിർത്തിയിട്ട് പെട്ടെന്ന് പറഞ്ഞു, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി,
ഞങ്ങളെ കൂട്ടത്തിലെ പ്രവാചകനുണ്ട്, നാളെ വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന പ്രവാചകനാണ്. കല്യാണ വീട്ടിലേക്ക് വന്ന നബിതങ്ങൾ അങ്ങോട്ട് കയറാതെ നേരെ ഈ കുട്ടികളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പാടിയ കുട്ടിയോട് പറഞ്ഞു, ദഈ ഹാദി, മോളെ സ്റ്റോപ്പ് ചെയ്യ്, പാടരുത്. മുയിലാമാരൊക്കെ പറയാ, അല്ലാഹുവിൻ്റെ റസൂൽ പറയാ, എന്ത് നബിതങ്ങൾ പറഞ്ഞത്, ബദർ മൗലിദ് പാടിക്കോളിൻ, എൻ്റെ മൗലിദ് ഇപ്പോൾ ഓതണ്ടാന്നാ. പച്ച നോണ പറയാനും മോണല്ലോ ഉളുപ്പ്. എന്തായിരുന്നു ഈ ഹദീസ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചതും പറഞ്ഞതുമെന്ന് ഒന്ന് ബുഖാരി മറിച്ചു നോക്കിയാൽ, ബുഖാരിയുടെ ശറഹ് മറിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും. അതൊന്നും വിശദീകരിച്ച് പോകണം, നേരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാൻ. റസൂൽ പറയാ, ദഈ ഹാദിഹി, മോളെ അത് പറയരുത്. ബഖൂലി കുന്തി തഖൂലീൻ, നേരത്തെ പറഞ്ഞത് പറഞ്ഞാൽ മതി, ഇപ്പോൾ ഇത് പറയണ്ട. എന്താ റസൂൽ തടയാൻ കാരണം? നാളെ വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുക എന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. ഇൽമുൽ ഗൈബ് അള്ളാഹിൻ്റെ പ്രത്യേകതയാണ്. അത് റസൂലുള്ളയിലേക്ക് ചേർത്ത് പറഞ്ഞു ഈ മോള്. അത് അള്ളാഹുവിൻ്റെ റസൂൽ തടഞ്ഞതാണ്. അങ്ങനെ തടയാനാണെങ്കിൽ ഇന്നെങ്ങാനും മൗലിദ് നടക്കുന്ന സദസ്സിലേക്കോ റാത്തീബ് നടക്കുന്ന സദസ്സിലേക്കോ അള്ളാഹിൻ്റെ റസൂൽ വന്നാൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാകുക? ഈ കുട്ടി ഒരു ചെറിയ പെൺകുട്ടി, ആ കുട്ടിക്ക് നബിതങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാനും അറിയാനും കഴിയും. എന്ത് സംഭവിച്ചാൽ അതല്ല കുട്ടി പറഞ്ഞു ഉദ്ദേശിച്ചതും. പക്ഷെ ആ വാക്കിൻ്റെ ഗൗരവം അള്ളാഹിൻ്റെ റസൂൽ തടഞ്ഞു. മോളെ പറയരുത്, പറയരുത്, അത് അള്ളാഹ്ക്ക് മാത്രം പ്രത്യേകതയുള്ളതാണ്. എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ഇബ്നു ഹജർ അസ്ഖലാനി തൻ്റെ ഫത്ഹുൽ ബാരിയിൽ ഗൈബ് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ എന്ന് സാധൂകരിക്കുന്ന ആയത്തുകളും കൊണ്ടുവന്ന് സ്ഥിരപ്പെടുത്തി. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ എന്ത് കഴിവ് കൊടുത്തുന്ന ഈ പറയണത്? എന്തെങ്കിലും ഒരു പ്രമാണം പറയുന്നേ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ എന്ത് കഴിവാ കിട്ടിയത്? ഖൽക്കിനുണ്ടോ? റിസ്ഖിനുണ്ടോ? തദ്ബീറിനുണ്ടോ? ഇനി വെള്ളമുണ്ടാക്കി തരാനുണ്ടോ? നമ്മളെ രോഗം ശിഫാക്കി തരാനുണ്ടോ? എന്തുള്ളത്? ഒന്നുമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പുകമറ സിട്ടിക്കൽ നാടകം മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഇൻഷാ അല്ലാഹ് ബീദിനില്ല, അള്ളാഹു തൗഫീഖ് നൽകിയാൽ വീണ്ടും നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, തൗഹീദിൻ്റെ അടിസ്ഥാന ആശയത്തെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എന്തുകൊണ്ടാണെന്നറിയോ? ജീവിതം ചെറുതാണ്, പെട്ടെന്നാണ് നഷ്ടപ്പെട്ടു പോവുക. നമ്മുടെ മരണം നമ്മുടെ കൂടെ ഉണ്ട്. ഏതു സമയത്തും നമുക്ക് മരണം സംഭവിക്കാം. പക്ഷേ മരിച്ചാൽ മരണസമയവും ശേഷവും അവിടെ സഹായിക്കാൻ നമ്മുടെ സംഘടന ഉണ്ടാവില്ല, പാർട്ടിക്കാരുണ്ടാവില്ല, കുടുംബക്കാരുണ്ടാവില്ല, ആരുമുണ്ടാവില്ല. നമ്മൾ ഒറ്റക്കായിരിക്കും. ആ സമയത്ത് നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളും മാത്രമായിരിക്കും നമുക്ക് കൂട്ടുണ്ടാവുക. അതാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ആ ചിന്തയിൽ അടിയുറച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമ്മുടെ ഭൗതിക ജീവിതവും പാരത്രിക ലോകവും നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർ, ഇതിനു വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ പ്രയാസപ്പെട്ട ആളുകൾ, ഓരോരുത്തർക്കും അള്ളാഹു അനുഗ്രഹം ചെയ്യുമാറാവട്ടെ, പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ പല സ്ഥലത്തുനിന്നും ഈ പരിപാടി കേൾക്കുവാൻ വേണ്ടി എത്തിയ നിങ്ങളെല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുധരിച്ചു പോയ ആളുകൾ, അവർക്ക് അള്ളാഹു തെറ്റുധാരണ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ഈ സ്ഥലം നമുക്ക് അനുവദിച്ചു തന്ന ഈ സ്ഥലത്തിൻ്റെ ഉടമ, ഈ സൗകര്യം ചെയ്തെന്ന ആള്, അള്ളാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് വിചാരണക്കെത്തുമ്പോൾ ഇതിൻ്റെ എല്ലാം പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നവരിൽ അള്ളാഹു ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് ഈ ഫെബ്രുവരി 22 ശനിയാഴ്ച 4:30 കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് വെച്ചിട്ട് നമ്മുടെ നവോത്ഥാനം പ്രവാചക മാതൃക എന്ന ഒരു വലിയ പ്രോഗ്രാം നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കഴിയുന്ന പരമാവധി ആളുകൾ ആ പ്രോഗ്രാമിന് എത്തിച്ചേരണമെന്ന് ഉണർത്തുകയാണ്. ധാരാളം പണ്ഡിതന്മാരും അതുപോലെ തന്നെ നാട്ടിലെ ആളുകൾ മറ്റു പലരും പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. ആ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.